പക്ഷേ ഞാൻ അതിനെക്കുറിച്ച് പറഞ്ഞു. അതായത് ഞാൻ പൂർണ്ണമായി തെറ്റാണെന്ന് ബോധ്യപ്പെടുകയും ഞാൻ എന്റെ ഒരു ശത്രുവാണെന്ന് കരുതുക. ഒന്നാമത് സുഭാഷ് എന്റെ ശത്രുവാണ്. നിയമം പറയുന്നത് ശരിയാണെന്ന് കോടതി പറയുന്നു, നിയമം പറയുന്നു, സാഹചര്യം പറയുന്നത് ശരിയാണെന്ന് പറഞ്ഞു. അല്ല എനിക്കൊരു കള്ളനായിട്ട് നിൽക്കാൻ എനിക്ക് താല്പര്യമില്ല. കാരണം എനിക്ക് കാരണം ഞാൻ പറഞ്ഞില്ലേ, ഞാൻ സത്യം എന്റെ ഭാഗത്തുണ്ടെന്ന് എനിക്ക് ഉറച്ച വിശ്വാസം ഉള്ളതുകൊണ്ട് മാത്രമാണ് ഞാൻ കോടതിയിൽ പോയത്. പക്ഷെ ഞാൻ അത് നിഷേധിക്കുന്നില്ല. പക്ഷെ ഞാനത് ഈ ബിസിനസ് ശരിയാണെന്ന് സുഭാഷ് ആരെയാവട്ടെ ഓർത്തില്ല. ഞാൻ ഒരിക്കലും ചെയ്യുന്ന ആളല്ല, ഞാൻ അങ്ങനെ ചെയ്യുന്ന ആളല്ല. എന്റെ ഒരു ഞാൻ പറഞ്ഞു എനിക്ക് ശത്രുതയുള്ളവരെ കുറിച്ച് പോലും ഞാൻ എനിക്ക് ഉറപ്പില്ലാത്ത കാര്യം എഴുതാറില്ല. എനിക്ക് ഉറപ്പ്. അപ്പൊ എനിക്ക് തോന്നി എന്റെ തോന്നൽ ശരിയായിരുന്നിരിക്കില്ല. ക്ഷമയൊന്നും പറയണ്ട, ഒരു ബുദ്ധിമുട്ടില്ല, ഒരു ബുദ്ധിമുട്ടില്ല. ഞാൻ ആ കത്തിന്റെ അകത്ത് തന്നല്ലോ, അപ്പോളജീസ് പറഞ്ഞല്ലോ, കണ്ടില്ലായിരുന്നോ? ഞാൻ പറഞ്ഞില്ല, ഞാനിത് ഫൈറ്റ് ചെയ്യുന്നത് സത്യം എന്റെ ഭാഗത്തുണ്ടെന്നുള്ള വിശ്വാസം കൊണ്ടാ. ഇതിനകത്ത് ക്ഷമ പറയുന്നതിന് മുമ്പ് പുള്ളിക്കൊരു നന്ദി, ഞാൻ സാധാരണ കയ്യിലിട്ട് പറയുന്നതാണ്. അതായത് നീ ഇത്രയും സംസാരിക്കും എന്നുള്ളത് പുള്ളി എക്സ്പെക്ട് ചെയ്തിരുന്നില്ല. വളരെ എനിക്ക് തോന്നുന്നില്ല, ആണോ ചേട്ടാ? ഇല്ല, ഒരിക്കലും ഇല്ല. ഞാൻ സംസാരിക്കും അങ്ങനെ ഞാൻ സന്ധ്യയോട് ഞാൻ പറഞ്ഞായിരുന്നല്ലോ, ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. അല്ല, അത് ഷാജഹാനെ അറിയാൻ മേലാത്തോണ്ടാ. ഞാനൊരു വ്യക്തിവൈരാഗ്യം വെക്കുന്ന ഒരാളല്ല. അതുകൊണ്ട് ഞാൻ പറയുന്നത് ഇപ്പോഴും നിങ്ങൾക്ക് ഇത് ബുദ്ധിമുട്ടുണ്ടാക്കിയെന്നും നിങ്ങൾക്ക് സാമ്പത്തിക നഷ്ടം ഉണ്ടാക്കിയെന്നും പ്രശ്നം ഉണ്ടാക്കി ഞാൻ അംഗീകരിക്കുന്നു. സാമ്പത്തികത്തെ കൂടുതൽ മാനസിക വിഷമം ആൾക്കാരുടെ അടുത്ത് ചെല്ലുമ്പോൾ നമ്മളൊരു കള്ളനെന്നുള്ള ഒരു, കാരണം നമ്മൾ അത്ര അധികം നിയമപരമായിട്ടും എല്ലാം നമ്മൾ നോക്കിയിട്ടാണ് ഓരോന്നും ചെയ്യുന്നത്. അപ്പൊ നമുക്ക് അങ്ങനെ ഒരു കള്ളൻ എന്നുള്ളൊരു വിളി കേൾക്കാൻ നമുക്ക് ബുദ്ധിമുട്ടാണ്. ഞാൻ പറഞ്ഞല്ലോ, ഇനി ഇത് ഈ പറഞ്ഞ കള്ളൻ എന്ന് പറഞ്ഞ അതിനൊരു സാഹചര്യം ഉണ്ടാക്കിയിട്ടില്ല. അതിനുള്ള സംവിധാനം മാറും. അപ്പൊ ആ സംവിധാനത്തെ മാറുമ്പോൾ എനിക്കത് ചെയ്യാൻ പറ്റും എന്നെ സംബന്ധിച്ചിടത്തോളം. കാരണം എന്താ വെച്ചാൽ ഷാജിന് തെറ്റ് പറ്റി. ഞാൻ പറഞ്ഞ ആ ലെവലിൽ നിന്നോണ്ട് എനിക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റും. അല്ല, ഇപ്പൊ ഷാജിന് തെറ്റ് പറ്റിയെന്ന് പൂർണ്ണമായ ബോധ്യമുണ്ടോ? ഷാജിന് തെറ്റ് പറ്റിയെന്ന് പൂർണ്ണമായ ബോധ്യമുണ്ടോ? എനിക്ക് അതൊന്നും അറിഞ്ഞാൽ കൊള്ളാം. അതായത് ഞാൻ അതിനെക്കുറിച്ച് വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞു. തീർച്ചയായും, കാരണം ആ ഒരു ഡിസിഷൻ തെറ്റായിരുന്നു, അതൊരു തെറ്റായിരുന്നു തന്നെ ഞാൻ വിശ്വസിക്കുന്നു. അതെ, ഞാൻ സന്ദീപിന്റെ അടുത്ത് എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്. നമ്മൾ മാന്യമായിട്ട് സംസാരിക്കുകയും നമ്മൾ ഒരാളോട് വഴക്കില്ലാത്ത രീതിയിൽ പോകുമ്പോൾ നമ്മളൊരു പൊട്ടനായിട്ട് കാണരുതെന്ന് ഞാൻ സന്ദീപിന്റെ അടുത്ത് എപ്പോഴും പറയാറുണ്ട്. ആ കാര്യത്തിൽ തർക്കം വേണ്ടല്ല, കാരണം ഇതിന്റെ അകത്ത് ഞാൻ ഇപ്പോൾ അന്ന് എന്നും പറഞ്ഞ കാര്യം ഇതൊക്കെ സംഭവിച്ചു പോയി. ഓൺലൈൻ മാധ്യമമായ മറുനാടൻ മലയാളിയുടെ എഡിറ്റർ ഷാജൻ സ്കറിയയുടെ വാക്കുകളാണ് നിങ്ങൾ കേട്ടത്. നമുക്കറിയാവുന്ന പോലെ ഷാജൻ സ്കറിയയും നിലമ്പൂർ MLA PV അൻവറും തമ്മിലുള്ള കുരിശുയുദ്ധം ഇപ്പോഴും തുടരുകയാണ്. അതിന്റെ ഭാഗമായി ഇന്ന് PV അൻവർ ഷാജൻ സ്കറിയയുടേത് എന്ന നിലയിൽ ഒരു ഓഡിയോ സന്ദേശം പുറത്തുവിട്ടിട്ടുണ്ട്. സുഭാഷ് മാനുവൽ എന്നൊരു UK മലയാളിയോട് വ്യാജ വാർത്ത പ്രസിദ്ധീകരിച്ചതിന് ഷാജൻ സ്കറിയ മാപ്പ് പറയുന്നു എന്ന നിലയിലുള്ള ഒരു ഓഡിയോ സന്ദേശമാണ് PV അൻവർ പുറത്തുവിട്ടിരിക്കുന്നത്. ഇതിനോടൊപ്പം ഷാജൻ സ്കറിയോട് ചില കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഒരു ഫേസ്ബുക്ക് കുറിപ്പും PV അൻവർ പങ്കുവച്ചിട്ടുണ്ട്. ആ ഫേസ്ബുക്ക് കുറിപ്പ് ഇങ്ങനെയാണ്: എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട, എനിക്ക് ടോപ്പ് ഫാൻ ബാഡ്ജൊക്കെ തന്ന ഷാജൻ സ്കറിയ സാർ, UK മലയാളിയായ സുബേഷ് മാനുവലിൻ്റെ കാലിൽ പിടിക്കുന്നു എന്നും പറഞ്ഞ് ആരോ അയച്ചു തന്നതാണിത്. കേട്ടപ്പോൾ ശരിക്കും ഞെട്ടിപ്പോയി. സത്യപ്രവാചകനായ മാധ്യമരംഗത്തെ കുലപതിയായ മല്ലൂർ റൂപ്പോർട്ട് മർഡോക്കായ ഷാജൻ സാർ വ്യാജ വാർത്ത അടിച്ചുവിട്ടതിൻ്റെ പേരിൽ മറ്റൊരാളുടെ കാലിൽ പിടിക്കുകയോ? വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇവിടെ വന്ന് കമൻ്റൊക്കെ ഇടുന്ന ഷാജൻ സാർ ഈ ഓഡിയോ വ്യാജമാണെന്ന് അണികളെയും കൂട്ടി ഇവിടെ വന്ന് മാസ് കമൻ്റ് ഇട്ടിട്ട് അഗ്നിശുദ്ധി വരുത്തി പൊക്കോണം, വരാണ്ടിരിക്കരുത്. PV അൻവർ ചമ്മിപ്പോകട്ടെ. ഒരു വെല്ലുവിളിയോടുകൂടിയാണ് PV അൻവർ ഈ ഓഡിയോ സന്ദേശം പുറത്തുവിട്ടിരിക്കുന്നത്. എന്തായാലും നമുക്ക് ആ ഓഡിയോ സന്ദേശത്തിന്റെ മുഴുവൻ രൂപം ഒന്ന് കേൾക്കാം. ഒന്നുമില്ലെന്ന്, പക്ഷേ ഇതെല്ലാം ഞാൻ പറഞ്ഞില്ലേ, ഇതൊക്കെ സംഭവിച്ച കാര്യങ്ങളൊക്കെ അങ്ങനെ സംഭവിച്ചു പോയി. ഇത് ഇത്രയധികം വഷളായി പോകുന്ന ഒന്നും ചെയ്താലേ നീണ്ടുപോയതാണ്. എവിടെയെങ്കിലും ഒന്ന് ഫില്ല് ചെയ്ത് പോകണമെന്ന് ഞാൻ പണ്ടേ ആഗ്രഹിച്ചിരുന്നതാണ്. പക്ഷെ അതിന്റെ അപ്പുറത്ത് നുണകളും എന്റെ വൈഫിനെ കുറിച്ചൊക്കെ എഴുതാന്നൊക്കെ പറയുമ്പോഴേ ആദ്യം തന്നെ സന്ദേഹം പറഞ്ഞു. പക്ഷെ ഞാൻ ഒരിക്കലും നിങ്ങളുടെ വൈഫിനെ കുറിച്ച് എഴുതിയിട്ടില്ല. അത് ഇന്നലെ സന്ദേഹം പറഞ്ഞു. ഞാൻ എന്റെ സ്വപ്നത്തിൽ ഞാൻ കണ്ടിട്ടില്ലല്ലോ. ഉണ്ട്. എനിക്ക് തോന്നുന്നു എന്നാ ഷാജൻ അല്ല പബ്ലിഷ് ചെയ്തത്. ഇതിന്റെ പബ്ലിഷ് ചെയ്തതിന്റെ പടവും അതുപോലെ ആ എഴുതിയ ആർട്ടിക്കിളും കോടതിയിൽ ഞാൻ എവിഡൻസ് ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നേ നിങ്ങളുടെ വക്കീൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കമ്മ്യൂണിക്കേഷൻ തരുന്നില്ല. കാരണം ഇത് കോടതിയിൽ ഇത് ഞങ്ങൾ എടുത്ത് പറഞ്ഞ കാര്യമാണ്. അതായത് ആ ആർട്ടിക്കിളിലുണ്ട്. എങ്കിൽ ഷാജനല്ല ആർട്ടിക്കിൾ എഴുതി തന്ന, മനസ്സിലായോ? ഇല്ല, ഞാൻ എടുത്തു തരാം. ഞാനത് എടുത്തു തരാം. ഇത് എനിക്ക് ആ കാര്യം ഞാൻ ഇന്നലെ സന്ധ്യ പറഞ്ഞപ്പോൾ ഞാൻ ഞെട്ടി. ജെയിംസിനോട് കഴിഞ്ഞ ദിവസം കണ്ടപ്പോൾ പറഞ്ഞു ഞാൻ ഒരിക്കലും വൈഫിനെ കുറിച്ച് എഴുതിയോ വൈഫിന്റെ പടം പ്രസിദ്ധീകരിക്കുകയോ ഞാൻ ചെയ്തിട്ടില്ല. ഷാജ, ഇത് കോടതിയിൽ ആർഗ്യൂ ചെയ്തപ്പം വലിയൊരു ആർഗ്യുമെന്റ് ആയിരുന്നു ഇത്. നിങ്ങളുടെ വക്കീലും റൈസ് ചെയ്ത
ഞങ്ങൾ ഇതിൻ്റെ എവിഡൻസ് ഉൾപ്പെടെ ആർട്ടിക്കിൾ ഉൾപ്പെടെ ട്രാൻസ്ലേറ്റ് ചെയ്തതും അവിടെ കൊടുത്തതാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഒന്നെങ്കിൽ നിങ്ങൾ വക്കീൽ എനിക്ക് കിട്ടിയ സാധനത്തിനകത്തൊന്നും അങ്ങനത്തെ സാധനമില്ല എനിക്ക് കിട്ടി. പോളിസി സ്കീം എന്ന് പറഞ്ഞ് ഞാൻ ഇതിനെ കുറിച്ച് എഴുതിയിട്ടല്ലാതെ വൈഫിനെ കുറിച്ചോ അത് ഞാൻ കാരണം എന്റെ ഒരു രീതി അല്ല അത് സത്യമായിട്ട് ഞാൻ പറയുകയാണ്. അങ്ങനെയാണെങ്കിൽ ആ അല്ല എനിക്ക് ഉണ്ടെന്നേ ഞാൻ അത് കോടതിയിൽ എവിഡൻസ് ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് ഞാൻ സെപ്പറേറ്റ് ഇനി തരേണ്ട കാര്യം ഉണ്ടെങ്കിൽ തരാം. പക്ഷേ സംഭവം അങ്ങനെ ഉണ്ട്. എനിക്ക് തോന്നുന്നു അന്ന് ഷാജിനത് അറിയാത്തത് ഒന്നെങ്കിൽ ഇവരാദ്യം രാവിലെ എൻ്റെ വൈഫിൻ്റെ ഉൾപ്പെടെയുള്ള ഫോട്ടോ, അത് കഴിഞ്ഞിട്ട് ആ ഫോട്ടോ വൈകുന്നേരം ആയപ്പോഴത്തേക്കും മാറ്റി. പക്ഷെ ആ എഴുതിയ കാര്യങ്ങൾ അതേപോലെ അവിടെ കിടപ്പുണ്ട് ഇപ്പോഴും. അതായത് വൈഫിനെ കുറിച്ച് അതെ, രാവിലെ ഫോട്ടോ ഉണ്ടായിരുന്നു. ഏതെങ്കിലും ഒരു ഫോട്ടോ എടുത്ത് കൊടുത്തപ്പോൾ ആ കൂട്ടത്തിലുള്ള ആരാന്ന് അറിയാതെ വന്നിട്ടുണ്ടോ? ചിലപ്പോൾ വന്നിട്ടുണ്ടായിരിക്കാം. ഒരു പരിപാടിയിലെങ്ങാണ്ട് പങ്കെടുക്കുന്ന ഫോട്ടോ വന്നോട്ട് ഓർക്കുന്നുണ്ട്. അതിനകത്ത് വൈഫാണ് ആരും നമുക്കറിയത്തില്ലോ, വന്നിട്ടുണ്ടായിരിക്കും. പക്ഷെ വൈഫിനെ കുറിച്ച് എന്തെങ്കിലും എഴുതി എന്ന് എനിക്ക് വിശ്വസിക്കാം. അതിനകത്തുണ്ട് ഷാജ. അത് ഞാനവിടെ പ്രൊഡ്യൂസ് ചെയ്തത് അത് വലിയൊരു ആർഗ്യുമെൻറ്റും ആയിരുന്നു കേസിൽ. കാരണം പേഴ്സണൽ ഹറാസ്മെൻറ്റ് വന്നപ്പം നമ്മുടെ ഫാമിലിയെക്കുറിച്ചൊക്കെ കള്ളത്തരം എഴുതുക എന്നുള്ളതാണല്ലോ നമ്മുടെ ഒരു മെയിൻ പോയിന്റ് അതിനകത്ത് നമ്മൾ പറഞ്ഞത്. വൈഫിനെ കുറിച്ച് എഴുതുന്ന സാഹചര്യമില്ലല്ലോ. മാത്രമല്ല നിങ്ങളുടെ വൈഫിനെ കുറിച്ചൊന്നും എനിക്ക് അറിയത്തില്ല, ഞാൻ കേട്ടിട്ടില്ല. നിങ്ങൾ വിവാഹിതരാണെന്ന കാര്യമൊന്നും എനിക്കറിയത്തില്ല. ഇനി അത് പറയണ്ട. കാരണം ഞാൻ ഷാജിന് ഇമെയിൽ അയച്ചല്ലേ എൻ്റെ കൊച്ചുണ്ടാവുന്ന കാര്യങ്ങളൊക്കെ ചുമ്മാ അടിക്കാതെ. ഞാൻ സത്യമായിട്ട് ഞാൻ പറയാം, വൈഫിനെ കുറിച്ച് എഴുതുന്ന സാഹചര്യമോ ഇല്ല. അത് രജിസ്റ്റർ മഹാസമാനത്തിന് പറയും സംഭവം ആ കാര്യം അത് തന്നെ എനിക്കും ഞാനും പറയുന്നത് അത് തന്നെയാണ്. അത് മഹാവൃത്തികേടാണ്. ഇപ്പം ഒരു ബിസിനസ് കാര്യങ്ങളൊക്കെ ഒരു സംശയവും മനസ്സിലാക്കുന്നത്. ഞാൻ എന്താ പറയുന്നത്, സുഭാഷിന് കൃത്യമായിട്ട് എന്നെ ഇത്രയും കാലം കൊണ്ട് പരിചയമുണ്ട്. ഞാൻ ഇതിന്റെ പിന്നിൽ എന്തെങ്കിലും ഇൻഷുറൻസ് കാരണം എനിക്ക് അങ്ങനെ വലിയ ആഗ്രഹങ്ങളൊന്നും ഉള്ളൊരു മനുഷ്യനല്ല. നമ്മൾ ചെയ്ത് ഇങ്ങനെ വരുന്നു എന്നല്ലാതെ അന്നും ഇന്നും നമ്മൾ ഒരു ആസ്റ്റയിൽ പോയി ജോലി ചെയ്താലും ജീവിക്കാനുള്ള ഒരു മാനസികാവസ്ഥയിലും ആ ഒരു ഇതിൽ തന്നെയാണ് ഞാൻ എൻ്റെ പപ്പായും മമ്മിയും എന്നെ അങ്ങനെ പഠിപ്പിച്ചിരിക്കുന്നതും. എന്ന് ഞാൻ അങ്ങനെ തന്നെ ജീവിക്കുള്ളൂ. ഒന്നുമില്ലെങ്കിലും ഞാനായിരിക്കും. അല്ല ഷാജ, പൈസയല്ല. ഇപ്പൊ പൈസ ഇല്ലെങ്കിലും ഞാൻ അന്ന് ജെയിംസ് എന്നെ ഭീഷണിപ്പെടുത്തിയായിരുന്നു വിളിച്ച്. അന്ന് ഞാൻ ജെയിംസിന്റെ അടുത്ത് പറഞ്ഞൊരു കാര്യം ഇതാ. ജെയിംസ് എൻ്റെ അടുത്ത് വിളിച്ച് പൈസ വേണമെന്ന് പറഞ്ഞിരുന്നു. അത് ആദ്യം ഞാൻ കറക്റ്റായിട്ട് ഷാജിന്റെ അടുത്ത് പറഞ്ഞു. അല്ലെന്നേ, അതൊക്കെ കഴിഞ്ഞിട്ട് ലെസ്റ്ററിൽ ഉള്ള ജെയിംസിൽ മറ്റേ നിങ്ങളുടെ എഡിറ്റർ പുള്ളി എന്നെ വിളിച്ചേച്ച് ആദ്യമൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നത്, സുഭാഷേ ഞങ്ങൾ പത്രമാണ്, ഡെമോക്രസിയുടെ 4ാമത്തെ പില്ലറാണ്, അതായതാന്നൊക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞു ശരി, നിങ്ങൾ പഠിക്കുക ഇത് എന്താണെന്നുള്ളത്. എന്നിട്ട് പഠിച്ചിട്ട് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് പറ, തിരുത്തേണ്ടതാണ് ഞാൻ തിരുത്താം. ഇതാണ് ഞാൻ പറഞ്ഞ വാചകം. അത് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞ് വിളിച്ചപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചു, സുഭാഷിന് എത്ര പൈസ കൊടുക്കാൻ പറ്റും? കറക്റ്റായിട്ട് ഞാൻ പറയുന്ന വാചകങ്ങളാണ്. ഷാജൻ കേട്ടോ. ഞാൻ എൻ്റെ അടുത്ത് പറഞ്ഞത്, അലൈഡും ഷാജൻ കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ വന്നപ്പം അലൈഡും ജോയാസും ഒക്കെ ആയിട്ട് ഒരു എഗ്രിമെൻ്റ് എത്തിയിട്ടുണ്ട്. അവരൊക്കെ സുഭാഷിനെതിരെ ഒരു കോക്കസാണ്. സുഭാഷിന് എത്ര പൈസ കൊടുക്കാൻ പറ്റും? ഇപ്പോൾ ഞാൻ പറഞ്ഞു, അപ്പോൾ നിങ്ങളുടെ പത്രത്തിൻ്റെ 4th പില്ലർ എന്നൊക്കെ പറഞ്ഞിട്ട് അതല്ലല്ലോ ഇപ്പോൾ അല്ല, അതൊക്കെ ഞങ്ങൾ പറയും. ഞങ്ങൾ ചെയ്യാൻ പോകുന്നത്, ഞങ്ങൾ കുറച്ച് റൈറ്റപ്പ് എഴുതും. അപ്പോൾ കുറേ കംപ്ലയിൻറ്റ്സ് വരും, ഞങ്ങളത് ഫോളോ അപ്പ് ചെയ്യും. അങ്ങനെ സുഭാഷിനെ ഒരു വലിയ ഇഷ്യൂലാക്കും. ഇത് എൻ്റെ അടുത്ത് പറഞ്ഞ വാചകമാണ്. അന്ന് ഞാൻ ജെയിംസിൻ്റെ അടുത്ത് പറഞ്ഞ ഒരൊറ്റ സെൻറ്റൻസ് ഇതാണ്. സംഭവിച്ചു. പക്ഷേ ഞാൻ അന്ന് ജെയിംസിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞ ഷാജിൻ്റെ മറുപടിയായിട്ട് ഞാൻ പറയുന്നത്, അതായത് അന്ന് ജെയിംസ് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞൊരു കാര്യമാണ്. ഒന്നുമില്ലെങ്കിലും എൻ്റെ ഒരു പൈസ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഞാനൊരു വക്കീലാണ്. ഞാൻ കോടതിയിൽ ഞാൻ തന്നെ പോയി നിന്ന് ഞാൻ ഈ കേസ് നടത്തും, അങ്ങനെ ഒരു സംഭവം ഉണ്ടെങ്കിൽ എന്ന് ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഷാജിന് മറുപടി പറഞ്ഞ, കാശുണ്ടെങ്കിലും ഇല്ലെങ്കിലും സത്യം ഞാൻ കള്ളത്തരം കാണിക്കാത്തത് ഷാജ പൈസ മുഴുവൻ ഞാൻ വേണ്ടെന്ന് നോക്കാം. എനിക്ക് മാനനഷ്ടം ഉണ്ടായതോ, എന്നെ കുടുംബത്തിന് എനിക്ക് പള്ളിയിൽ പോകാൻ വല്ലാത്ത അവസ്ഥ ഉണ്ടായി. ഞാൻ വിചാരിച്ചാൽ സുഭാഷിന് എന്തെങ്കിലും നഷ്ടപ്പെടുന്നു, അതൊക്കെ പതിയെ ഡെവലപ്പ് ചെയ്ത് ഒറ്റ എനിക്ക് സുപ്രഭാതത്തിൽ സുഭാഷ് ദൈവമാണെന്ന് പറയുന്ന കാര്യമല്ല ഞാൻ ഈ പറയുന്നത്. ഗ്രാജുവലി എനിക്ക് സുഭാഷിനായിട്ടുള്ള ഡാമേജ് നമുക്ക് എനിക്ക് പറ്റും. സുഭാഷ് ഞാനത് ഞാൻ പറയുന്നത്, ഞാനത് 25 കൊല്ലം എക്സ്പീരിയൻസ് ഉള്ള പത്രപ്രവർത്തകൻ. നമ്മളൊന്ന് നിയമപോരാട്ടം മുമ്പോട്ട് പോയാൽ എന്നെ ഒരിക്കലും ജയിലിൽ ഇടാനോ എന്റെ പത്രം പൊട്ടിക്കാനോ പറ്റൂല. എന്നെ പാപ്പരാക്കാൻ പറ്റൂല. എന്റെ സുഭാഷുള്ള ചെലവ് മൊത്തം എനിക്ക് ഒരു £1,00,000 വരെ ചിലപ്പോൾ സുഭാഷ് മേടിച്ചെടുക്കാൻ പറ്റിയേക്കാം. അല്ല, ഞാൻ അതിലൊന്നും തർക്കിക്കുന്നില്ല. ചിലപ്പോൾ ജയിലിലും പോകും. കാരണം നമ്മൾ ചെയ്യുന്ന കുറ്റകൃത്യം അനുസരിച്ച് ഓരോ രാജ്യത്തിന്റെ നിയമമാണ്. ഞാൻ അതിൽ ഇടപെടുന്നില്ല, ഞാൻ അതിൽ അഭിപ്രായം പറയുന്നില്ല. പക്ഷെ എനിക്ക് അങ്ങനെ ഒരു ഉദ്ദേശവുമില്ല. ജയിലിൽ പോകുമെന്ന് പറഞ്ഞ സാധനത്തിന്റെ ബേസ് ട്രെയിനിങ് ഓർഡറാണ്. സത്യത്തിൽ സുഭാഷ് ദയവായി എങ്ങനെയാണെന്ന് എനിക്ക് മനസ്സിലായില്ല. അല്ല, റെസ്ട്രെയിനിങ് ഓർഡർ അല്ല ഷാജ റെസ്ട്രെയിനിങ് ഓർഡർ അല്ല. ഷാജൻ അന്ന് കോടതിയിൽ വന്നിരുന്നെങ്കിൽ ജഡ്ജ് അന്ന് ഭയങ്കരമായിട്ട് ഹി വാസ് റിയലി അജിറ്റേറ്റഡ്. അത് അന്ന് ഇത് തന്നെ
650 പൗണ്ട് പിഴ അടിച്ചു ഫസ്റ്റ് ടൈം. 600 ഫൈൻ പ്ലസ് അപ് ടു 6 months ഇംപ്രിസൺമെന്റ് ആണ് ഈ ഒരു കുറ്റത്തിന് തന്നെ, അതായത് ഹറാസ്മെന്റിന് തന്നെയുള്ള ഇതെന്ന് പറയാം. നമ്മൾ അതിലോട്ട് പോകുന്നില്ല, കാരണം ഞാൻ അങ്ങനെ ചിന്തിക്കുന്നു പോലും ഇല്ല, എനിക്ക് അങ്ങനെ ഒരു ഉദ്ദേശമില്ല. പക്ഷെ എനിക്ക് ഉള്ള കാര്യം അതെ അതാ ഞാൻ പറഞ്ഞ, കാരണം എനിക്കും മനസ്സിലായി. പക്ഷെ ഞാനൊന്ന് പറയുന്നത്, ഞാനൊന്ന് കംപ്ലീറ്റ് ചെയ്തോട്ടെ, ഞാൻ പറയട്ടെ. അതായത് എനിക്ക് അങ്ങനെ ഒരു ഉദ്ദേശമൊന്നുമില്ല, എനിക്ക് ആരെ ഉപദ്രവിക്കണം എന്നില്ല. എനിക്ക് പ്രത്യേകിച്ച് അങ്ങനെ ഒരാൾക്കൊരു ഒരു ദോഷം വരുമ്പോൾ അവരുടെ മക്കളും അവരുടെ ഭാര്യയും അവരുടെ കുടുംബവും ഒക്കെ എൻ്റെ മനസ്സിൽ വരും. എനിക്ക് അങ്ങനെ ആരെ ഉപദ്രവിക്കണമെന്ന് എനിക്ക് ഇല്ല, ഒരിക്കലും ആരെ ഉപദ്രവിക്കണമെന്ന് മനസ്സിൽ ഞാൻ വിചാരിച്ചിട്ടില്ല. അത് ഷാജനാണെങ്കിലും ആരാണെങ്കിലും, എന്നെ ഉപദ്രവിച്ചവരാണെങ്കിലും ഉപദ്രവിക്കാത്തവരാണെങ്കിലും. ഇതിൻ്റെ അകത്ത് എനിക്കൊരൊറ്റ കാര്യം ഞാൻ സന്ദീപിൻ്റെ അടുത്ത് വന്ന് പറഞ്ഞൊരു കാര്യം ഇതാ. സന്ദീപ്, നമ്മൾ സംസാരിക്കുമ്പം, അതായത് ഷാജിന് എപ്പോഴും ഒത്തിരി കണ്ടീഷൻസ് ഉണ്ട് സംസാരം, അല്ലെങ്കിൽ ആ ഒരു അപ്രോച്ച് ഷാജിന് കുറച്ച് കുറവുണ്ട്. ഒരു രീതിയാണ്, കാരണം ഞാൻ അങ്ങനെ റഫ് ക്യാരക്ടറാണ്, ഞാൻ പത്രപ്രവർത്തനം അങ്ങനെയാണ് നേരിടുന്നത്, പ്രമുഖരാണ്, അങ്ങനെയാണ് ഞാൻ ഇതുവരെ ചെയ്തത്. ഓക്കെ, അത് ഞാൻ അംഗീകരിക്കും. അതെ, അത് എനിക്ക് മനസ്സിലാവും. ഷാജിന്റെ പ്രൊഫഷന്റെ ഭാഗമായിട്ട് വരുന്ന ഒരു നേച്ചറാണ്. ഇപ്പോൾ പോലീസുകാർ സംസാരിക്കുന്ന അവരുടെ രീതിയുണ്ട്, പത്രക്കാർക്ക് അവരുടെ രീതിയുണ്ട്, വക്കീലന്മാർക്ക് അവരുടെ രീതിയുണ്ട്, എല്ലാവർക്കും അവരുടെ രീതിയുണ്ട്. അത് ഞാൻ അംഗീകരിക്കുന്നു. എനിക്ക് എന്റെ വ്യക്തിത്വം കളഞ്ഞിട്ട് എനിക്ക് നിൽക്കാൻ പറ്റില്ല. സുഭാഷ് ആ കാര്യത്തിൽ വേണ്ട, ഞാൻ തോറ്റല്ലോ. സുഭാഷ് ഇവിടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഞാൻ സുഭാഷിനോട് സന്ധി ചെയ്യാം എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം ഐ ആം സേഫ്. സുഭാഷ്, ഞാൻ ചോദിക്കട്ടെ, ഞാൻ പരാജയപ്പെട്ടവനാണ്. അല്ല, അങ്ങനെ ഞാൻ പറയില്ല. ഷാജിനൊന്നും ഇവിടെ ജയം പരാജയമൊന്നുമില്ല, ഇവിടെ ജയം പരാജയമൊന്നുമില്ല. ഈ കാര്യത്തിൽ പരാജയപ്പെട്ടു. അല്ല, എനിക്ക് അങ്ങനെ അഹങ്കാരമൊന്നുമില്ല, ഞാൻ അങ്ങനെ വിചാരിക്കുന്നുമില്ല. ഷാജിനും ഇവിടെ ആരും പരാജയം ചെയ്യൊന്നുമില്ല. ഇവിടെ ഐ മെയ്ഡ് എ പോയിന്റ്, യു മെയ്ഡ് എ പോയിന്റ്, ആൻഡ് ഫൈനലി വൺ ഓഫ് ദ പോയിന്റ്സ്, അതിപ്പോൾ ഞാൻ ഇന്ന് പറഞ്ഞു, നാളെ ഞാൻ പറയുന്ന കാര്യം ചിലപ്പോൾ തെറ്റായിരിക്കാം. അപ്പോൾ അത് ഒരു എനിക്കൊരു പേഴ്സണൽ വൈരാഗ്യം, ജയം തോൽവിയൊന്നും അങ്ങനെയൊന്നും അതിലൊന്നും ഞാൻ സന്തോഷിക്കുന്നു, അല്ലെങ്കിൽ അതിലൊന്നും ഒരു അർത്ഥം കാണുന്ന ഒരു വ്യക്തിയല്ല ഞാൻ. സുഭാഷ്, ഒരു കാര്യം, 25 കൊല്ലത്തെ പത്രപ്രവർത്തന പരിചയമുണ്ട്. ഒരുപാട് പേര് വായിക്കുന്ന മറുനാടൻ മലയാളി ഞാൻ നടത്തുന്നുണ്ട്. പിന്നെ എനിക്ക് പത്രങ്ങളിൽ ഞാൻ വിചാരിച്ചു, ഞാൻ പറഞ്ഞു സുഭാഷിനെ, ഞാൻ ഇതിന്റെ ഭാഗമായിട്ട് റിസർച്ച് നടത്തി. സുഭാഷ് ഞാൻ പലരോടും പറഞ്ഞു, ഒരു രവിപിള്ളയാകേണ്ട ആളാണ്. അതിനകത്ത് ഞാൻ പലരോടും പറഞ്ഞു, അതായത് ഇപ്പം ക്രിപ്റ്റോ കാർബൺ അടക്കമുള്ള കാര്യങ്ങളിലേക്ക് സുഭാഷ് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം സുഭാഷിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ അതിലില്ലാതെ വളരാൻ ഒരു അവസരം കിടക്കുവാണ്. അപ്പം ഈ പറഞ്ഞ ഒരു നീർക്കോലി പോലും ഇല്ലാതിരിക്കുന്നതാണ് സുഭാഷ് നല്ലത്. അല്ല, നമുക്ക് അങ്ങനെയല്ല. നമുക്ക് മുമ്പിൽ ഇതിലും വലിയ ശത്രുക്കൾ നമ്മളെ മുമ്പിൽ കണ്ടാണല്ലോ നമ്മൾ വളരുക. ഷാജിനിപ്പോ വക്കീലാവാൻ പഠിക്കുന്ന ഒരാളല്ലേ ഷാജ? എന്റെ ഒരു ഒറ്റ ആറ്റിറ്റ്യൂഡ് ഞാൻ പറഞ്ഞുതരാം. ഷാജൻ വക്കീലാവാൻ പഠിക്കുന്ന വക്കീലന്മാർക്ക്, അതെ, വക്കീലന്മാരുടെ ഒരൊറ്റ ആറ്റിറ്റ്യൂഡ് ഞാൻ പറഞ്ഞുതരാം. അതായത് ഇപ്പം ഞാൻ പഠിച്ചുകൊണ്ടിരുന്നപ്പോഴും മുഡ്കോട്ട് ചെയ്യുമ്പോഴും എല്ലാം എൻ്റെ മനസ്സിൽ ഒരൊറ്റ കാര്യമുള്ളൂ. ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസിൽ പോയാലും അവിടുത്തെ ചീഫ് ജസ്റ്റിസിനെതിരെയും വി ഹാവ് ടു മേക്ക് അവർ പോയിന്റ്. അവർ നമുക്ക് എതിരാണെങ്കിലും നമുക്ക് നമ്മുടെ പോയിന്റ് നമ്മൾ വെക്കണം. അപ്പം ഞാൻ എല്ലാം എൻ്റെ മുമ്പിൽ കാണുന്നത് അങ്ങനെയാണ് എല്ലാ കാര്യങ്ങളും. കാരണം അതായിരിക്കണം നമ്മുടെ വിഷൻ. അതാണ് എൻ്റെ പപ്പ എന്നെ പഠിപ്പിച്ചിരിക്കുന്നത്. ഞാൻ പറയുന്നത് കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു. എന്റെ ഭാഗത്ത് മിസ്റ്റേക്കുകളുണ്ട്, അതിൽ ബുദ്ധിമുട്ടുണ്ടാക്കി ഞാൻ ഖേദിക്കുന്നു, ആത്മാർത്ഥമായിട്ട് ഞാൻ ഖേദിക്കുന്നുണ്ട്. അപ്പം ഇത് സംഭവിച്ചു. എന്നെ സംബന്ധിച്ചിടത്തോളം സുഭാഷ്, ഞാൻ ആകെ വെള്ളം കുടിച്ചു പോയി. കാരണം ഞാൻ എന്നെ കണ്ടിട്ടുള്ള ഇനി ഇത്രയും 10-60 ജീവനക്കാരുള്ള ഒരു പത്രസ്ഥാപനത്തിന്റെ സാമ്പത്തികം കണ്ടെത്തിക്കൊണ്ടിരുന്നതാണ് ഞാൻ. അതെല്ലാം കണ്ടെത്തി ഞാൻ ഒരു ഇതൊന്നും ഈ പറയുന്ന ഭയങ്കര കൊള്ള ലാഭം ഉണ്ടാക്കുന്ന പ്രസ്ഥാനമല്ല. ഇത് തിരിച്ചു മറിച്ച് നിൽക്കുന്നതിനാണ് ഞാൻ കരിപ്പണമായി പോയി ഞാൻ ഈ സംഭവത്തിൽ. അതുകൊണ്ട് തന്നെ ഞാനും അതെ ഷാജ, ഞാൻ എന്റെ പ്രോപ്പർട്ടി വരെ വിറ്റാണ് ഞാനിപ്പം പല കാര്യങ്ങളും ചെയ്യുന്നത്. ഞാൻ പറഞ്ഞിരുന്നുള്ളൂ, ഇത് മാത്രമല്ല പല ബാധ്യതകളും ഉണ്ടല്ലോ, വേറെ ബാധ്യതകൾ. അപ്പൊ ഞാൻ പറയും ഇത്രയോട് സിമ്പിളായിട്ട്, സുഭാഷിന് ഉണ്ടായ നഷ്ടം എനിക്കുണ്ട്. എവിടെയും എന്റെ ചില മിസ്റ്റേക്കുകൾ ഉണ്ടായി. എന്റെ മുമ്പ് പറഞ്ഞ മാതിരി എന്റെ ആരോഗ്യത്തിന്റെ സമീപനം ഉണ്ടാവാം, മിസ്റ്റേക്ക് തിരുത്തിയില്ല, അതങ്ങനെ പോട്ടെ. അതുകൊണ്ട് ഞാൻ പറയുന്നത് സുഭാഷെ, സുഭാഷിനുണ്ടായ നഷ്ടം എനിക്ക് നികത്താൻ പറ്റും ഗ്രാജുവലി. അത് ഞാൻ വാക്ക് പറയുവാണ്. ഞാൻ പറഞ്ഞാൽ ഒരിക്കലും ഞാൻ തെറ്റിക്കുന്നില്ല. അത് എനിക്ക് അന്തസ്സായിട്ട് പറയാൻ പറ്റും. കാരണം എനിക്ക് ധാർമ്മികതയുടെ പ്രശ്നം ഇല്ലത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഇത് എന്റെ വാക്ക്. നിങ്ങൾക്ക് നഷ്ടം ഉണ്ടായിരുന്നെന്ന് എനിക്കറിയാം, സ്വാഭാവികം. അപ്പം ആ നഷ്ടത്തെ നിങ്ങൾക്ക് മെയിൻറ്റെയിൻ ചെയ്യേണ്ടി എന്റെ ചുമതലയാണ്. നിങ്ങളുടെ പുതിയ ക്രിപ്റ്റോ കാർബണിനെ കുറിച്ച് എനിക്ക് പറയുന്നത് ചിലപ്പോൾ മനസ്സിലായോ? ക്രിപ്റ്റോ കാർബൺ എനിക്ക് നന്നായിട്ട് എഴുതാൻ പറ്റും. എങ്ങനെയാണ് ഗുണകരമായി ചെയ്യുന്നത് എനിക്കറിയാമല്ലോ, ലോജിക്ക്. അപ്പൊ ആ ലോജിക്കിൽ ഞാൻ പറയുന്നത് ഇപ്പൊ ഞാൻ സിമ്പിൾ ഞാൻ കാര്യം ചോദിക്കുവാണ്. നമ്മൾ തമ്മിൽ യുദ്ധം തുടരുന്നു. സുഭാഷ് ജയിക്കാൻ സാധ്യത, ഞാനും വേണമെങ്കിൽ ജയിക്കാം. അങ്ങനെ പൊക്കോണ്ടിരിക്കുന്നു. രണ്ടുപേരും സാമ്പത്തിക നഷ്ടം വരുന്നു. അതിന്റെ എന്തോത്തിന് എന്താ സംഭവിക്കുന്നത് വെച്ചാൽ വലിയ തോതിലുള്ള ശത്രുത നിലനിൽക്കും. അല്ല, ശത്രുത എനിക്കില്ല ഷാജ. എനിക്ക് ഷാജിനോട് അന്നും ഇല്ല, ഇന്നും ശത്രുതയില്ല. ഞാൻ പറഞ്ഞ കണ്ടിന്യൂ ചെയ്താൽ വലിയ തോതിലുള്ള ശത്രുതയിലേക്ക് പോകുമ്പോൾ ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് എന്റെ വീട് തിരുവനന്തപുരത്ത് വീട് വിറ്റ് നിന്നാണ് കേസ് നടത്തുന്നത്.
എന്റെ വീട് പോയി. അങ്ങനെ വരുമ്പോ പിന്നെ സ്വാഭാവികമായിട്ടും ഞാനാണ് പോയി എന്നെ നശിപ്പിച്ചു എന്നുള്ള ഞാൻ ചോദിക്കണം. അല്ല, ഞാൻ പറയുന്നത് ഞാൻ ഏത് ലെവലിലുള്ള ശത്രുവിനെ നേരിടാൻ തീരുമാനിച്ചു തന്നെയാണ് ബിസിനസ്സിൽ ഇറങ്ങിയിരിക്കുന്നതും എന്റെ ജീവിതത്തിൽ. ഞാൻ പറഞ്ഞില്ലേ, ഞാനതാ നേരത്തെ ഷാജിനോട് പറഞ്ഞു, ഒരു വക്കീൽ എന്നുള്ള നിലയ്ക്ക് നമ്മുടെ പോയിന്റ് ഓഫ് വ്യൂ, ഏത് ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ് ആണെങ്കിലും ഏത് ക്രിമിനൽ ആണെങ്കിലും രണ്ടുപേരുടെയും മുമ്പിൽ നമ്മൾ നമ്മുടെ വ്യക്തിത്വം കളയാതെ വി ഹാവ് ടു മേക്ക് അവർ പോയിന്റ്. ഷാജിൻ നാളെ വക്കീലാവേണ്ട ഒരാളാണ്. ഈ ഒരു പ്രിൻസിപ്പിൾ ഉണ്ടെങ്കിൽ മാത്രമേ ഒരു വക്കീലിന് ഉയരങ്ങളിൽ എത്താൻ പറ്റുള്ളൂ. ഞാൻ പറഞ്ഞത് അങ്ങനെയാണ്. ഞാൻ പറഞ്ഞത് ഇങ്ങനെ ചെയ്തു കഴിഞ്ഞു. എന്നെ സംബന്ധിച്ചിടത്തോളം ക്രിമിനലിന്റെ പ്രോബ്ലം ഉണ്ട്. അത് എങ്ങനെയാണോ ബുദ്ധിമുട്ടാണ്. കാരണം ഞാൻ അന്വേഷിച്ചു, ക്രിമിനൽ കൺവേഷൻ നിന്നാണ് എനിക്ക് ഒരുപാട് ശത്രുക്കളുണ്ടല്ലോ. ആരെങ്കിലും റിപ്പോർട്ട് ചെയ്ത് എനിക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. ഇത് ഇതിന്റെ ജഡ്ജ്മെന്റ് എടുക്കാൻ പറ്റില്ലല്ലോ ഒന്നാമത്തെ കേസ്. ഞാൻ പോലും വിചാരിച്ചൊരു ജഡ്ജ്മെന്റ് എടുക്കാൻ പറ്റുന്നില്ല. അല്ലല്ല, അത് പറ്റിയിട്ടില്ലോ. അതൊക്കെ പറ്റും. അതിപ്പോ തൽക്കാലത്തേക്ക് പറ്റത്തില്ലെന്നുള്ളൂ. അത് അവിടെ സ്റ്റേ ആയിരിക്കുന്നുണ്ട്. അത് ഫിനിഷ് ചെയ്ത് കൺഫൈൻ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ, അപ്പീൽ വിത്ഡ്രോ ചെയ്ത് കഴിഞ്ഞാൽ അത് അവൈലബിൾ ആണ്. അപ്പീൽ നിൽക്കുന്നതുകൊണ്ടാണ് അത് അവിടെ. അപ്പൊ അപ്പീൽ നിൽക്കുന്നത് കൊണ്ട് മാത്രമാണ്. അല്ലെങ്കിൽ അപ്പീൽ കഴിഞ്ഞ് അപ്പീൽ വിത്ഡ്രോ ചെയ്ത് കഴിഞ്ഞാൽ, അപ്പീൽ മാറി കഴിഞ്ഞാൽ പിന്നെ അത് ഓട്ടോമാറ്റിക്കലി ആവും. ഞാൻ പറയണത് അതിന്റെ ഞാൻ ഇടപെട്ടെ. അത് സുഭാഷ് എഗ്രി ചെയ്തോട്ടെ. നമ്മുടെ എൻറോൾമെന്റിന് അതൊരു പ്രശ്നമാണ് 100% ഉറപ്പുണ്ടോ? ഞാൻ ഉറപ്പുണ്ടോ? ഞാൻ വിളിച്ചു ചോദിച്ചു. സമ്മറി ഒഫൻസസും ഉറപ്പുണ്ടോ? അതെ. അത് കൺവിക്ഷൻ, എനി ക്രിമിനൽ കൺവിക്ഷൻസ് ആണ് ചോദിച്ചത്. അല്ല, അത് ജുറിസ്ഡിക്ഷനിലുണ്ടെന്നേ ഉള്ളൂ. അതായത് ഷാജ ഇന്ത്യൻ എൻറോൾമെന്റിൽ വരുമ്പോ ഇന്ത്യൻ ജുറിസ്ഡിക്ഷൻ മാത്രമേ അതിൽ പെടുന്നുള്ളൂ. അല്ലല്ല, ഞാൻ ചോദിച്ചു. അതായത് ക്രിമിനൽ. അതേസമയം നമുക്ക് എൻറോൾ ചെയ്തതിന് ശേഷമാണ് വരുന്നെങ്കിൽ ഓരോ ശിക്ഷയുടെ കാലാവധി അനുസരിച്ച് നമുക്ക് ഗ്യാസ് തന്നിട്ടുണ്ട്. പക്ഷെ എൻറോൾമെന്റിന് മുമ്പ് ഉണ്ടെങ്കിൽ പാടില്ലാത്ത വെക്കാറുണ്ട്. ഞാൻ ആ അഡ്വക്കേറ്റിന്റെ ആക്ടിന്റെ അത് സാധനം നോക്കി ഞാൻ എന്നൊരു സീൻ മറ്റേ ജോൺസൺ മനിയാനി എന്ന് പറയുന്ന വക്കീലുമായിട്ട് സംസാരിച്ചിരുന്നു. ഇന്ന് രാവിലെ സംസാരിച്ചു ജോൺസൺ മനിയാനി. ആ ഭാഗം എന്ന് പറയുന്നത് ആജീവനാന്തമാണ്. സ്പെൻഡ് ടൈം ഉണ്ടെന്ന് ചോദിച്ചാൽ അത് ടൈം ഉണ്ടാവും ഡെഫിനറ്റ്ലി. പിന്നെ ഇവിടെ UK ഓരോ ട്രാഫിക് ഒഫൻസ് പോലും ക്രിമിനൽ ഒഫൻസ് അല്ല ഷാജ. ഈ ക്രിമിനൽ ഒഫൻസിന് ഒരു സ്പെൻഡ് ടൈം ഉണ്ട്. ഷാജ സമ്മറി ഒഫൻസ് അല്ല സുഭാഷ, ഞാൻ പറയണത് നമ്മൾ സെറ്റിൽ ചെയ്തു, നമുക്ക് കമ്പനിയിൽ ചേർത്തു. അപ്പൊ അന്നാലല്ലേ നമുക്കൊരു അതായത് ഒരു നിങ്ങൾ റെസ്റ്റൈനിങ് ഓർഡർ വേണമെങ്കിൽ അവിടെ കിട്ടുക. പക്ഷെ നിങ്ങളോട് എനിക്ക് പ്രശ്നമില്ല. കാരണം ഞാൻ കൺവിക്ഷന്റെ പ്രശ്നം. പിന്നെ ഈ അത് ആ ഒരു ഞാനിപ്പോ ഞാൻ പ്രതിയോട് സംസാരിച്ച് നമുക്ക് കുഴപ്പമില്ലാത്തൊരു സ്മൂത്തായിട്ട് സാധനം ചെയ്തിട്ട് നിങ്ങളെ ഏതെല്ലാം തരത്തിൽ, അതായത് ഈ പറഞ്ഞ നമ്മുടെ ക്രെഡിബിലിറ്റിയെ നിങ്ങളുടെ ബാധിക്കാത്ത തരത്തിൽ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന രാജ്യം സപ്പോർട്ട് ചെയ്യും. അത് ഞാൻ എഗ്രിമെന്റ് ശാസ്ത്രത്തിനെ പോലും എനിക്ക് വിരോധം. സെറ്റിൽമെന്റ് എഗ്രിമെന്റ് എന്തെഴുതണം എങ്ങനെ എഴുതണമെന്ന് നമ്മൾ വെക്കുന്നതിനുള്ളൂ. നമ്മൾ എന്നെ പറ്റുന്ന തരത്തിലില്ല. കാരണം കേരളത്തിൽ ഒരു ലീഗാലിറ്റിയുടെ പ്രശ്നമൊക്കെ ആണല്ലോ സ്ഥാനപ്പത്തിന്. അപ്പൊ അതുപോലെ ഞാൻ വെക്കാം. നിങ്ങളോടൊരു കാര്യം ഞാൻ പറയാം. കഴിഞ്ഞു നിങ്ങൾക്കുണ്ടായ നഷ്ടം എന്താണെങ്കിലും അതിനേക്കാൾ കാരണം നിങ്ങൾ ഒരുപാട് ഐഡിയ ഉള്ള മനുഷ്യൻ. നിങ്ങൾ ആ ഡൽഹിയിലെ ഹോട്ടലിൽ പോയി അത് മറ്റേ യോഗ നടത്തിയതിന്റെ ഒക്കെ സാധനം ഞാൻ കണ്ടു. അപ്പൊ ആ ലെവലിലേക്ക് നിങ്ങൾ കയറി പോകുമ്പോ അതിനെ എനിക്ക് ചെയ്യാൻ പറ്റുന്ന സപ്പോർട്ട് എല്ലാ പത്രങ്ങളിലും എനിക്ക് കണക്ഷൻ ഉണ്ടല്ലോ. ഇംഗ്ലീഷ് പത്രങ്ങളാണെങ്കിലും ശരി, കംപ്ലീറ്റ് ഇന്ത്യയിലെ ഞാൻ എത്ര കാലമായിട്ടുള്ള പരിചയമുണ്ട്. അപ്പൊ ഞാൻ പറയുകയാണെങ്കിൽ ഇങ്ങനെ സംഭവം ഉണ്ട്, നിങ്ങൾ എക്കണോമിക് കൊടുക്കണമെന്ന് ഞാൻ പറഞ്ഞ അത് പൂർത്തിച്ചു. ഞാൻ പറഞ്ഞു ഇതെല്ലാം ഞാൻ ഈ ടൈംസിൽ അങ്ങോട്ട് എക്കണോമിക്സ് വാർത്ത ചെയ്താന്ന് പറഞ്ഞൊന്നും ആരും കരുതരുത്. അങ്ങനല്ല ഞാൻ പക്ഷേ എനിക്ക് ചെയ്യാൻ പറ്റുന്നത്. കാരണം ഞാൻ ഐ അണ്ടർസ്റ്റാൻഡ് അത് ചെയ്യാൻ പറ്റുന്നത് സപ്പോർട്ട് ചെയ്യാൻ. ഞാൻ ചോദിച്ചു, നമ്മൾ തന്നെ ഒരു ശത്രുത കൊണ്ടുപോകുന്നതുകൊണ്ട് കുറെ സാമ്പത്തിക നഷ്ടം. ശത്രുത എനിക്കില്ല ഷാജ, എനിക്ക് അന്നും ഇന്നും ശത്രുതയില്ല. അത് ഷാജ മനസ്സിലാക്കണം. നാളെ തന്നെ സിവിൽ കേസ് ഇന്ത്യയിലുണ്ട്. ഷാജിന് ഇന്ത്യൻ കോടതികളെ ഒരു ബഹുമാനം ഇല്ല എന്നുള്ളതാണ് അതിനകത്തുള്ള ഒരു കാര്യം. കാരണം സിവിൽ കേസ് ഇവിടെ വന്നപ്പോഴാണല്ലോ ഷാജിൻ സീരിയസ് ആയത്. അതാ ഞാൻ പറഞ്ഞേ. അതായത് ഇന്ത്യയിൽ സിവിൽ കേസ് ഉണ്ടായിരുന്നു, പക്ഷെ അത് ഷാജിൻ നിസ്സാരമായിട്ട് എടുത്തു എന്നുള്ളതാണ് അതിൻ്റെ അകത്തെ പ്രശ്നം. അല്ല അത് ഷാജിന് തെറ്റായിട്ടുള്ളൊരു ധാരണയാണ്. ഞാൻ ചെറിയൊരു നിയമോപദേശം എന്ന് വിചാരിക്കേണ്ട. ഇന്ത്യയിൽ ഡിഫാമേഷൻ ഒരു ക്രിമിനൽ ഒഫൻസ് ആണ്. ഒരു സിവിൽ കോർട്ടിൽ അത് തെളിഞ്ഞു കഴിഞ്ഞാൽ അത് ഇമ്മീഡിയറ്റ് ആയിട്ട് അത് ക്രിമിനൽ കോർട്ടിലും ട്രൈ ചെയ്യാം. അതൊരു ക്രിമിനൽ ഒഫൻസ് ആണ്. UK ഡിഫാമേഷൻ ക്രിമിനൽ ഒഫൻസ് അല്ല. ഇന്ത്യയിലെ സിവിലും കൊടുക്കാൻ ക്രിമിനലും കൊടുക്കാൻ രണ്ട് പ്രൊസീജിയറാണ്. രണ്ടും കൊടുക്കാം. ക്രിമിനൽ രണ്ടും കൊടുക്കാം. അതായത് സിവിൽ തെളിഞ്ഞാന്നല്ല, സിവിലും കൊടുക്കാം ക്രിമിനലും കൊടുക്കാം. രണ്ടും നിങ്ങൾക്ക് കൊടുക്കാം. പക്ഷേ ഡിഫേമേഷൻ കേസിന്റെ അകത്ത് ഫ്രീഡം ഓഫ് പ്രസ് പറഞ്ഞ സാധനം ശക്തമായിട്ട് വരും. സുഭാഷ് അല്ലോണ്ട് ഇന്ത്യയിലെ ഒരു ആൾക്കാർ ഷാജ ഈ ഫ്രീഡം ഓഫ് എനിക്കിത് നിങ്ങളൊരു ഇന്റൻഷൻ ഇല്ലാതെ നിങ്ങളൊരു സോഷ്യൽ റെസ്പോൺസിന്റെ ഭാഗമായിട്ട് ചെയ്തതാണെന്ന് തെളിച്ചാൽ റീസണബിൾ ആയിട്ട് നിങ്ങൾ അങ്ങനെ വിശ്വസിച്ച് തുടങ്ങിയ പോലെ ഒരു പോരാ. അല്ല ഷാജ, അതെ ഞാൻ പറയണേ, ഈ ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ എന്ന് പറയുന്നത് സത്യം പറയാനുള്ള അവകാശമാണ്. അത് രണ്ട് ഷാജിനുണ്ട്, എനിക്കുണ്ട്. നമ്മൾ ആ തരത്തിലേക്ക് പോകണ്ട പ്ലീസ്. ഞാൻ പറഞ്ഞത് ഞാൻ ഇന്ത്യയിലെ മോശമായിരുന്നു, ഇന്ത്യയിലെ കൃഷ്ണൊന്നും ഞാൻ പറഞ്ഞു മാത്രമല്ല. ഏതെങ്കിലും പത്രാധിപരെ ഇന്ത്യയിലെ ജയിലിൽ അടയ്ക്കാൻ അറിയാം. എത്രയോ പത്രങ്ങൾക്ക്
ജയിലിലടച്ചവരൊക്കെ ഉണ്ട് ഷാജ. പിന്നെ ഞാൻ ചോദിക്കട്ടെ, ആ ഷാജൻ എന്നെക്കാൾ നന്നായിട്ട് അറിയാം, ഞാൻ ആവശ്യമില്ലാത്ത പേരുകളൊന്നും ഇവിടെ പറയുന്നില്ല. നുണയോന്നുള്ളതല്ല പ്രശ്നം. അതായത് നമ്മുടെ അപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഇതിന്റെ എനിക്ക് പ്രസക്തമാണ് ഷാജ, കാരണം എന്നെ കുറിച്ചാണ് എഴുതിയത്. എന്റെ ഭാര്യയെ കുറിച്ചും എന്റെ ബിസിനസിനെ കുറിച്ചല്ലേ എഴുതിയത്. ഞാൻ ഞെട്ടുന്നു, ഞാൻ ഇപ്പോഴും ഞെട്ടുന്നു നിങ്ങളുടെ വൈഫിനെ കുറിച്ച്. പക്ഷെ അതിനകത്തുണ്ട്, അതാ ഞാൻ പറഞ്ഞത്, മേ ബി ഷാജൻ ആയിരിക്കില്ല, ആരെങ്കിലും വേറെ ആരെങ്കിലും ആയിരിക്കും ഇതൊക്കെ ആ സമയത്തൊക്കെ എഴുതിയത്. ഞാൻ അതൊക്കെ കണ്ടു പോകാതിരിക്കേണ്ട കാര്യമില്ല എന്നുള്ളതാണ് പ്രശ്നം. പക്ഷെ ഞാൻ ചോദിക്കട്ടെ, ഞാനീ പറഞ്ഞ നമ്മളത് കഴിഞ്ഞത് കഴിഞ്ഞ് അതിനെക്കുറിച്ച് നമ്മൾ പിന്നെ സംസാരിച്ച് കഴിഞ്ഞ. അപ്പൊ ഞാൻ പറയുന്നത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങള് അത് സത്യമാണെന്ന് ഷാജൻ, ഓക്കെ, ഷാജൻ അറിയാൻ പോലും പാടില്ല വൈഫിനെ കുറിച്ച് എന്താ എഴുതിയത്. പിന്നെ വൈഫിനെ കുറിച്ച് എഴുതാൻ പാടില്ല സുഭാഷ്, അങ്ങനെ എഴുതിയിട്ടുണ്ടോ തെമ്മാടത്തരമാണ്. അത് തന്നെയാണ് ഞാൻ ഈ കോടതിയിലും എല്ലായിടത്തും പറയുന്നത് ഷാജ. വൈഫിനെ കുറിച്ച് എഴുതിയിട്ടുണ്ടോ തെമ്മാടത്തരമാണ്. ഐ കാൻ ബിലീവ് ഇറ്റ്. ഞാനത് കാരണം നിങ്ങളുടെ വൈഫ് ഒരുപാട് യാതൊരു ബന്ധമില്ല. ഓക്കെ, എനിവേ ഞാൻ പറയണത് നിങ്ങളൊരു അസാധാരണമായ ഭാവിയുള്ള ഒരു ചെറുപ്പക്കാരനാണ്. അങ്ങനെ പറയാൻ പറ്റില്ല, എല്ലാം അല്ലാതാണ്. നിങ്ങൾ ഭയങ്കര എന്തൂസിയാസ്റ്റിക് ആണ്, നിങ്ങൾക്ക് ഭയങ്കര ഐഡിയ ഉള്ള ആളാണ്, നിങ്ങൾക്ക് കാര്യങ്ങള് കൃത്യമായ പ്ലാനിങ്ങോടുകൂടി ചെയ്യാനുള്ള ഒരു കഴിവ്. അപ്പൊ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറയുന്നത്, എന്റെ പേഴ്സണൽ അഡ്വൈസ്, നിങ്ങൾക്ക് ചെറിയ നീർക്കോലിയുടെ കൈ പോലും കിട്ടാനൊക്കെ പോകുന്നതാണ് നല്ലത്. അപ്പൊ അതിനൊരു നീർക്കോലിയായിട്ട് ഞാൻ എന്തിനാ സുഭാഷ നിൽക്കുന്നത്? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, കഴിഞ്ഞു നഷ്ടമുണ്ടായി. നിങ്ങൾക്ക് ഇപ്പൊ 50,000 പൗണ്ട് നഷ്ടമുണ്ടായി. രണ്ട് കാര്യങ്ങൾ ആലോചിക്കുക. 50,000 പൗണ്ട് നഷ്ടം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഈ 50,000 പോയാലും എന്നെ പോലുള്ള ഒരു നീർക്കോലിയെ ഒതുക്കാൻ പറ്റിയില്ലേ? തീർന്നില്ല. ഒരു എന്താ പറയുക, നീർക്കോലി കഴിച്ചാലും അത്താഴം മുടങ്ങുമെന്ന് പറഞ്ഞ മാതിരി അതിനെ കഴിഞ്ഞത് കഴിയും. ഞാൻ വൈഫിനെ പറ്റുള്ള എനിക്ക് തെരുവാണെങ്കിൽ നോക്കാം. നിങ്ങളുടെ വൈഫിനെ വിളിച്ച് ഞാൻ സോറി പറയാൻ വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ അറിഞ്ഞാലേ. പിന്നെ നിങ്ങൾക്ക് എന്താണോ ഗുണകരമായി ഉണ്ടാകാൻ പറ്റുന്ന ആ തരത്തിലേക്ക് ഞാൻ ചെയ്യാം. പ്ലീസ് അങ്ങനെ സെറ്റിൽ ചെയ്യാം. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ അതിനെ കുറിച്ച് പറഞ്ഞു. പക്ഷെ ഷാജ, എനിക്ക് ഇതിനകത്ത് ഇപ്പോഴും എന്റെ മനസ്സിലൊരു ഒരു സംസാരിച്ചപ്പോൾ തോന്നിയൊരു വിഷമം. അതായത് നമ്മൾ ഈ കേസ് മുഴുവൻ നടത്തുന്നത് നമ്മൾ ഈ പറഞ്ഞ കഷ്ടപ്പാട്. എനിക്ക് നേരത്തെ ഷാജന്റെ അടുത്ത് വന്ന് സെറ്റിൽ ചെയ്യായിരുന്നല്ലോ. അങ്ങനെയാണെങ്കിൽ ഞാനിത് ഷാജനെ ഒരു പ്രാവശ്യം പോലും വിളിച്ചിട്ടില്ല. ഞാനിത് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഭാഗത്ത് സത്യം ഉണ്ട് എന്നുള്ളൊരു വിശ്വാസത്തിലാണ് ഞാൻ ഈ ഫൈറ്റ് മുഴുവൻ നടത്തുന്നത്. ഞാൻ അതിനെ കുറിച്ച് പറഞ്ഞു. അതായത് ഞാൻ പൂർണ്ണമായി തെറ്റാണെന്ന് ബോധ്യപ്പെടുകയും ഞാൻ എന്റെ ഒരു ശത്രുവാണെന്ന് കരുതുക. ഒന്നാമത് സുഭാഷിന്റെ ശത്രുവാണ്. നിയമം പറയുന്നത് ശരിയാണെന്ന് കോടതി പറയുന്നു, നിയമം പറയുന്നു, സാഹചര്യം പറയുന്നത് ശരിയാണെന്ന് പറഞ്ഞു. അല്ല, എനിക്കൊരു കള്ളനായിട്ട് നിൽക്കാൻ എനിക്ക് താല്പര്യമില്ല. കാരണം കാരണം ഞാൻ പറഞ്ഞില്ലേ, ഞാൻ സത്യം എന്റെ ഭാഗത്തുണ്ടെന്ന് എനിക്ക് ഉറച്ച വിശ്വാസം ഉള്ളതുകൊണ്ട് മാത്രമാണ് ഞാൻ കോടതിയിൽ പോയത്. പക്ഷെ ഞാൻ അത് നിഷേധിക്കുന്നില്ല. പക്ഷെ ഞാനത് ഈ ബിസിനസ് ശരിയാണെന്ന് സുഭാഷ് ഭാര്യയാവട്ടെ നോക്കില്ല, ഞാൻ ഒരിക്കലും ചെയ്യുന്ന ആളല്ല. ഞാൻ അങ്ങനെ ചെയ്യുന്ന ആളല്ല. ഞാൻ പറഞ്ഞു, എനിക്ക് ശത്രുതയുള്ളവരെ കുറിച്ച് പോലും ഞാൻ എനിക്ക് ഉറപ്പില്ലാത്ത കാര്യം എഴുതാണ്ട് എനിക്ക് ഉറപ്പ്. അപ്പൊ എനിക്ക് തോന്നി എന്റെ തോന്നൽ ശരിയായിരുന്നിരിക്കില്ല. ക്ഷമയൊന്നും പറയണ്ട, ഒരു ബുദ്ധിമുട്ടില്ല. ഞാൻ ആ കത്തിന്റെ അകത്ത് തന്നല്ലോ, അപ്പോളജീസ് പറഞ്ഞല്ലോ, കണ്ടില്ലായിരുന്നോ? ഞാൻ പറഞ്ഞില്ല, ഞാനിത് ഫൈറ്റ് ചെയ്യുന്നത് സത്യം എന്റെ ഭാഗത്തുണ്ടെന്നുള്ള വിശ്വാസം കൊണ്ടാ. ഇതിനകത്ത് ക്ഷമ പറയുന്നതിന് മുമ്പ് പുള്ളിക്കൊരു നന്ദി, ഞാൻ സാഞ്ചാന്റെ കയ്യിലിട്ട് പറയുന്നതാണ്. അതായത് നീ ഇത്രയും സംസാരിക്കും എന്നുള്ളത് പുള്ളി എക്സ്പെക്ട് ചെയ്തിരുന്നില്ല. വളരെ എനിക്ക് തോന്നുന്നില്ല. ആണോ ചേട്ടാ? ഇല്ല, ഒരിക്കലും ഇല്ല. ഞാൻ സംസാരിക്കാൻ ഞാൻ സന്ധ്യയോട് ഞാൻ പറഞ്ഞായിരുന്നല്ലോ, ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. അല്ല, അത് ഷാജനെ അറിയാൻ മേലാത്തോണ്ടാ. ഞാനൊരു വ്യക്തിവൈരാഗ്യം വെക്കുന്ന ഒരാളല്ല. അതുകൊണ്ട് ഞാൻ പറയുന്നത്, ഇപ്പോഴും നിങ്ങൾക്ക് ഇത് ബുദ്ധിമുട്ടുണ്ടാക്കിയെന്നും നിങ്ങൾക്ക് സാമ്പത്തിക നഷ്ടം ഉണ്ടാക്കിയെന്നും പ്രശ്നം ഉണ്ടാക്കി ഞാൻ അംഗീകരിക്കുന്നു. സാമ്പത്തികത്തെ കൊണ്ട് മാനസിക വിഷമം ആൾക്കാരുടെ അടുത്ത് ചെല്ലുമ്പം നമ്മളൊരു കള്ളനെന്നുള്ള ഒരു, കാരണം നമ്മൾ അത്ര അധികം നിയമപരമായിട്ടും എല്ലാം നമ്മൾ നോക്കിയിട്ടാണ് ഓരോന്നും ചെയ്യുന്നത്. അപ്പൊ നമുക്ക് അങ്ങനെ ഒരു കള്ളൻ എന്നുള്ളൊരു വിളി കേൾക്കാൻ നമുക്ക് ബുദ്ധിമുട്ടാണ്. ഞാൻ പറഞ്ഞല്ലോ, ഇത് ഈ പറഞ്ഞ കള്ളൻ എന്ന് പറഞ്ഞ അതിനൊരു സാഹചര്യം ഉണ്ടാക്കിയിട്ടില്ല. അതിനുള്ള സംവിധാനം മാറും. അപ്പൊ ആ സംവിധാനത്തെ മാറുമ്പോൾ എനിക്കത് ചെയ്യാൻ പറ്റും എന്നെ സംബന്ധിച്ചിടത്തോളം. കാരണം എന്താ വെച്ചാൽ ഷാജിനൊരു തെറ്റ് പറ്റി. ഞാൻ പറഞ്ഞ ആ ലെവലിൽ നിന്നോണ്ട് എനിക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റും. അല്ല, ഇപ്പൊ ഷാജിന് തെറ്റ് പറ്റിയെന്ന് പൂർണ്ണമായ ബോധ്യമുണ്ടോ? ഷാജിന് തെറ്റ് പറ്റിയെന്ന് പൂർണ്ണമായ ബോധ്യമുണ്ടോ? അതെനിക്ക് അതൊന്നും അറിഞ്ഞാൽ കൊള്ളാം. അതായത് ഞാൻ അതിനെ കുറിച്ച് വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞു. തീർച്ചയായും, കാരണം ആ ഒരു ഡിസിഷൻ തെറ്റായിരുന്നു. അതൊരു തെറ്റായിരുന്നു തന്നെ ഞാൻ വിശ്വസിക്കുന്നു. അതെ, ഞാൻ സന്ദീപിന്റെ അടുത്ത് എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്. നമ്മൾ മാന്യമായിട്ട് സംസാരിക്കുകയും നമ്മൾ ഒരാളോട് വഴക്കില്ലാത്ത രീതിയിൽ പോകുമ്പോൾ നമ്മളൊരു പൊട്ടനായിട്ട് കാണരുതെന്ന് ഞാൻ സന്ദീപിന്റെ അടുത്ത് എപ്പോഴും പറയാറുണ്ട്. ആ കാര്യത്തിൽ തർക്കം വേണ്ടല്ല. കാരണം ഇതിന്റെ അകത്ത് ഞാൻ ഇപ്പോൾ അന്ന് എന്നും പറഞ്ഞ കാര്യം ഇതൊക്കെ സംഭവിച്ചു പോയി. ജെയിംസിനെ വിളിച്ച് ഭീഷണിപ്പെടുത്തുകയാണ്. ജെയിംസിന്റെ അടുത്ത് പറയണം, അന്ന് ഇനി ജെയിംസിന്റെ അടുത്ത് ചോദിച്ചത് സുഭാഷ് എത്ര രൂപ കൊടുക്കാൻ പറ്റും? ജോയാസും അലൈഡും കൂടെ 25,000 പൗണ്ടാണ് കൊടുത്തത്. 25,000 പൗണ്ട് ജോയാസും അലൈഡും കൊടുക്കാതെ പറഞ്ഞു എന്ന് ജെയിംസിന്റെ അടുത്ത് പറഞ്ഞാണ്. പുള്ളി സ്കൈപ്പ് കോളിലായി. അല്ല ഷാജ, ഇവിടെ ആനപ്പിണ്ടത്തെ പേടിക്കേണ്ട ഒരു അവസ്ഥ UK യിലുള്ള എല്ലാവർക്കും ഉണ്ട്. വളരെ കാര്യം ഞാൻ പറയാം.
കുറെ പിണ്ടങ്ങൾ ഇവിടെ ഉണ്ട്. അപ്പൊ എനിവേ നമ്മളിനി അതിനെ കുറിച്ചുള്ള കാര്യങ്ങൾ വിട്ട് അതിനെ കുറിച്ച് പറഞ്ഞിട്ട് നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്ക് ഈ കഴിഞ്ഞത് കഴിഞ്ഞു. അല്ല, അത് ഞാൻ അധ്വാനിച്ചുണ്ടാക്കി എന്റെ പ്രൊഫഷണൽ ഉണ്ടാക്കിയ കാശല്ല ഷാജ്. ഞാൻ എന്തിനാ വെറുതെ കളയുന്നത്? എന്നാൽ പോലും അല്ല, ഈ നഷ്ടവും ഷാജൻ തന്നെ വരുത്തി വെച്ചതല്ലേ? അല്ല, അതാ ഞാൻ പറഞ്ഞത്. ഞാൻ ഒരു കാര്യം ഞാൻ ഷാജനോട് വളരെ ഓപ്പൺ ആയിട്ട് ഞാൻ പറഞ്ഞില്ല, നമുക്ക് രണ്ടുപേർക്ക് സംസാരിക്കാനുള്ള ഒരു സ്പേസ് വേണം. അതായത് ഷാജിന്റെ പത്രം കൊള്ളാം, ഷാജിന്റെ പത്രത്തിൽ ആൾക്കാർ വായനക്കാരുണ്ടായിരിക്കും, ഇതൊക്കെ ഉണ്ടാവും. പക്ഷേ എനിക്ക് ഷാജിന്റെ പത്രം ഇല്ലെങ്കിലും ഇവിടെ ഒരു പത്രം ഇല്ലെങ്കിലും എന്റെ ബിസിനസ് നടത്താൻ എനിക്കറിയാം. എനിക്ക് അതിന് ആരുടെയും സപ്പോർട്ട് ആവശ്യമില്ല. പക്ഷേ എന്ന് വിചാരിച്ച് നമ്മൾ ആരെയും കുറച്ചായിട്ട് കാണുന്നുമില്ല. പക്ഷേ ഷാജിന്റെ പാത്രം ഉണ്ടെങ്കിൽ മാത്രമേ ബിസിനസ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് ഷാജൻ ഒരിക്കലും ചിന്തിക്കരുത്. അതെ അതെ, ഞാനതാ പറഞ്ഞു. അപ്പൊ ഞാനതാ പറഞ്ഞു. അതെ, അപ്പം അതെ, അപ്പൊ അതില്ലെങ്കിൽ അതില്ലെങ്കിൽ എന്നുള്ളൊരു കൺസെപ്റ്റിൽ ഞാൻ വിശ്വസിക്കുന്നില്ല. അതെ അതെ, പക്ഷെ അതില്ലായിരുന്നു. എനിക്ക് മാനസികമായി നിങ്ങളോട് പിണക്കം ഉണ്ടാക്കേണ്ട, ഒരു വൈരാഗ്യം ഉണ്ടാക്കേണ്ട. കാരണം നിങ്ങൾ എന്നോട് പേഴ്സണലി ഒരു ശത്രുത എന്നോട് ദ്രോഹം ചെയ്തിട്ടില്ല. ഞാൻ നിങ്ങളോട് ഈ കേസ് തുടങ്ങി വാർത്തയായിട്ട് ബന്ധപ്പെട്ടാൽ ഒഴിച്ചാൽ അല്ലാതെ ഞാൻ അതിന് മുമ്പ് ഈ വാർത്ത തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ നിങ്ങളോട് ദ്രോഹം ചെയ്തിട്ടില്ല. അപ്പൊ സ്വാഭാവികമായിട്ടും വാർത്ത വന്നപ്പോ റിട്ടേലേഷൻ നിങ്ങൾ ചെയ്തു. അതിന് സാമ്പത്തിക നഷ്ടം, അല്ലാത്ത നഷ്ടവും പ്രശ്നവും സമ്മർദ്ദമൊക്കെ എനിക്കുണ്ടായി. അപ്പൊ അതെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ആയി. ശരിയാണ്, നഷ്ടമുണ്ട്, നിങ്ങൾക്കുണ്ട്, എനിക്കുണ്ട് നഷ്ടം. അല്ല, അത് ഞാൻ ചെയ്തതൊന്നും അല്ലല്ലോ, ഞാൻ കാരണമല്ലല്ലോ ഷാജിന് നഷ്ടം ഉണ്ടായത്. അല്ല, അത് ഞാൻ സമ്മതിക്കുന്നു. ഷാജിൻ തെറ്റായിട്ടുള്ള വാർത്ത പ്രസിദ്ധീകരിച്ചുകൊണ്ട് വന്ന നഷ്ടമാണത്. അത് സമ്മതിക്കുന്നു. ഞാൻ ആ വിഷയമായിട്ട് ബന്ധപ്പെട്ട് പറയാവുന്ന മാക്സിമം പറഞ്ഞു. വാർത്ത തെറ്റാണെന്ന് കോടതി പറയുന്നു. അല്ല, ഷാജിന്റെ പത്രത്തിൽ വന്നൊരു വാർത്തയിൽ എന്റെ വൈഫിനെ കുറിച്ച് എഴുതിയിരിക്കുന്ന എനിക്ക് അത് അറിയാൻ പാടില്ല എന്ന് ഷാജിൻ പറയുമ്പോൾ അതിന്റെ ഒരു യുക്തി ഷാജിൻ എന്റെ അടുത്തൊന്ന് പറഞ്ഞു തരണം. അല്ല, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ വീണ്ടും പറയുന്നത് ഈ കാര്യങ്ങള് ഞാനത് നോക്കാം, കാണാം, അതിന്റെ അകത്ത് തെറ്റാണ്, വൈഫിനെ കുറിച്ച് അങ്ങനെ പറഞ്ഞിട്ട്. അപ്പൊ ഞാൻ ചോദിക്കാം, അപ്പൊ എന്റെ ഒരു ചോദ്യത്തിന് ഷാജിന് ഉത്തരം തരണം അങ്ങനെയാണെങ്കിൽ. അതായത് അതിൽ വന്ന ഒരു പ്രസക്തമായ ഒരു ഭാഗമാണ് ഞാൻ പറഞ്ഞത്. അത് ഷാജിന് അതിനെക്കുറിച്ച് അറിവ് പോലും ഇല്ല എങ്കിൽ ഷാജിൻ എഴുതിയ വാർത്ത സത്യമാണെന്ന് ഷാജിൻ എങ്ങനെ ഉറപ്പോടെ പറയും? ഞാൻ പറഞ്ഞത് ഞാനൊരു കാര്യം സുഭാഷ്, അല്ല, എനിക്ക് അതിനൊരു ഉത്തരം കിട്ടിയേക്കുള്ളൂ. അതായത് അതിന്റെ വന്നൊരു പ്രസക്തമായി എനിക്ക് ഏറ്റവും ഫീൽ ചെയ്ത ഒരു ഭാഗം ഞാൻ എടുത്ത് പറഞ്ഞപ്പോൾ അങ്ങനെ ഒരു വാർത്ത വന്നിട്ടില്ല, വന്നാൽ അത് തെമ്മാടിത്തരമാണ് എന്ന് ഷാജൻ പറയുമ്പോൾ അതാ ഞാൻ പറഞ്ഞു. അപ്പൊ ഷാജിന്റെ വാർത്തയുടെ ഉള്ളടക്കം ഷാജൻ അറിയാത്തപ്പോ ഷാജൻ അത് സത്യമാണെന്ന് എങ്ങനെ വാദിക്കുന്നു, എങ്ങനെ പറയാൻ പറ്റുന്നു? കോടതിയിലെ കേസല്ല ഷാജൻ, എനിക്കത് മാനസികമായിട്ട് നല്ല ബുദ്ധിമുട്ടുണ്ട്. എനിക്ക് മാനസികമായിട്ട് വളരെ ബുദ്ധിമുട്ടുണ്ട്. വൈഫിനെ കുറിച്ചല്ല, ഞാൻ എന്നെ കുറിച്ച് പറഞ്ഞതും എനിക്ക് ബുദ്ധിമുട്ടാണ്. ഞാനൊരു കള്ളത്തരം കാണിച്ചു എന്ന് ഷാജൻ പറഞ്ഞത് ഞാൻ കള്ളത്തരം കാണിച്ചിട്ടില്ല. എനിക്കത് ബുദ്ധിമുട്ടുണ്ടാവില്ലേ ഷാജൻ? ഞാൻ സിമ്പിൾ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. ഷാജൻ ഇതിനെ ഒരു യുക്തി പറഞ്ഞുതരാം. ഷാജൻ ആദ്യത്തെ ദിവസം എഴുതി 5 ലക്ഷം രൂപ, നാലാമത്തെ ദിവസം എഴുതി 30 മില്യൺ എഴുതി. എന്ത് അടിസ്ഥാനമാണ് ഷാജൻ? എങ്ങനെയാണ് ഷാജൻ ഈ വാർത്ത സത്യമാണെന്ന് ഷാജൻ എങ്ങനെ പറയുന്നു? എനിക്കതൊന്ന് പറഞ്ഞു തന്നെ ഷാജൻ. എന്താ അതിൽ ഈ ഒരു യുക്തിയും ഇല്ലാത്ത വാർത്തകൾ എഴുതിയിട്ട് നമ്മളിനി ഈ പറഞ്ഞ കാര്യങ്ങൾ, സംഭവിച്ച കാര്യങ്ങൾ നമ്മൾ ഏകദേശം പറഞ്ഞു. ഈ പഴയ കാര്യങ്ങൾ നമ്മൾ ഓരോന്നോരോന്ന് പഴയ കാര്യമല്ല ഷാജൻ. ഇത് എനിക്ക് മാനസികമായിട്ട് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കിയ. ഇപ്പം ഷാജൻ പൈസ മാത്രമാണ് കാണുന്നത്. ഞാൻ പൈസ കാണാത്തൊരു വ്യക്തിയാണ്. അപ്പോൾ ഞാൻ അതുകൊണ്ടാണ് എനിക്ക് മാനസികമായിട്ട് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കിയ ഒരു കേസാണ്. എനിക്ക് വളരെയധികം ഷാജൻ ഇങ്ങനെ എഴുതിയതിൽ എനിക്ക് അങ്ങനെയുള്ള വാർത്തകൾ വന്നത് എനിക്ക് സമൂഹത്തിൽ ഇറങ്ങി നടക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എനിക്ക് ആൾക്കാരെ ഫേസ് ചെയ്യാൻ, എനിക്ക് എന്റെ ബന്ധക്കാരെ അല്ല. അപ്പൊ ഞാൻ പറയുന്ന ആദ്യത്തെ വാർത്ത വന്ന ദിവസം ആ ഫോൺ കോളിൽ ഞാൻ പറഞ്ഞ കാര്യം അന്ന് അതിലൊന്നും എഴുതിയിട്ടില്ല. അപ്പൊ ഞാൻ സംസാരിച്ചത് അന്ന് ഷാജൻ പറഞ്ഞ ഒരൊറ്റ കാര്യം ഇതാണ്. ഞാൻ പറഞ്ഞു എന്താണ് അതെന്താ ആദ്യത്തെ ദിവസം പറഞ്ഞ് അവസാനിപ്പിച്ചത്, ഞങ്ങളുടെ അന്വേഷണം ഇങ്ങനെയൊക്കെയാണ്, ഞങ്ങളുടെ അന്വേഷണ പരമ്പര ആരംഭിക്കുന്നു. അത് ആദ്യത്തെ ദിവസം അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല എന്നുള്ള രീതിയിലായിരുന്നു. അപ്പൊ ഞാൻ നമ്മൾ സംസാരിച്ച ആ കോളിൽ ഷാജൻ ഞാൻ പറഞ്ഞു വെച്ച ഇതാണ്. അപ്പൊ ഷാജൻ എന്നിട്ട് പറഞ്ഞതാ അത് എന്താണെന്നുള്ളത് വരുന്ന ദിവസങ്ങളിൽ കാണാം. പക്ഷെ അപ്പൊ ഞാനും പറഞ്ഞു എന്നാൽ ശരി കാണാം. കാരണം ഞാൻ എന്റെ വ്യക്തിത്വം എന്റെ തല പോയാലും ആരുടെ മുമ്പിൽ പണയം വെക്കുന്ന ഒരു വ്യക്തിയല്ല. ഞാൻ പറഞ്ഞത് ഇത് നിങ്ങളോടൊന്നും സമീപനം മാത്രമല്ല, പത്രപ്രവർത്തനത്തിൽ ഞാൻ ഒരു വാർത്ത ചെയ്യുന്നു, കിട്ടുന്നു, വാർത്തയുടെ പിന്നാലെ പോകുന്നു എന്നല്ലാതെ അതല്ലാതെ അതിന്റെ അതൊരു ഞാൻ പറയുന്നത് കഴിഞ്ഞു. അതിന്റെ മറുവശമാണ് ഞാൻ ഷാജന്റെ അടുത്ത് പറഞ്ഞത്. അതായത് എന്റെ തല പോയാലും എന്റെ വ്യക്തിത്വം ഞാൻ ആരുടെ മുമ്പിൽ ഞാൻ അടിയുറവ് പറയില്ല. മനസ്സിലായോ? അത് ആര് പത്രത്തിൽ എഴുതുന്നു പറഞ്ഞാൽ അംഗീകരിച്ചല്ലോ സുഭാഷ. ഇപ്പൊ നമ്മൾ
ഇപ്പൊ പറയുന്ന കാര്യങ്ങൾ അംഗീകരിച്ചു, ഈ കാര്യങ്ങളിലേക്ക് വന്നു, നമ്മൾ തമ്മിൽ മനസ്സിലായി. അപ്പൊ ഈ കാര്യങ്ങൾ ഞാൻ പറഞ്ഞ ഇത്ര സംഭവിച്ചു പോയി, ചില കാൽക്കുലേഷന്റെ പിഴവുകള് അല്ലെങ്കിൽ ചില എന്താണ് മനസ്സിലാക്കുന്നതിന്റെ പിഴവുകൾ, ഇതൊക്കെ സംഭവിച്ചു പോയി, കഴിഞ്ഞത് കഴിഞ്ഞു. എനിക്കൊരു സംശയമുള്ളത് ഞാൻ ചോദിച്ചോട്ടെ. ഷാജൻ ഇപ്പോൾ പ്രത്യേകിച്ച് എൻ്റെ വൈഫിൻ്റെ കാര്യം അത് വളരെ സീരിയസ് ആയിട്ട് ഞാൻ എടുത്തൊരു കാര്യമാണ്. ചിലപ്പോൾ ഷാജൻ അത് കണ്ടില്ല എന്ന് പറയുന്നതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്. വേറെ ആരെങ്കിലും ഒക്കെ ഈ വാർത്ത എഴുതിയിട്ടുണ്ടോ? ഷാജനെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടോ? ഡെസ്കില് നമ്മളൊരു ഐഡിയ ആയിട്ട് ഫുൾ വാർത്ത നമുക്ക് എഴുതാൻ പറ്റും. നമ്മളിപ്പോ വാർത്ത എഴുതുന്നു, കുറെ പോയിന്റുകൾ കൊടുക്കുന്നു, പോയിന്റുകൾ കൊടുത്തിട്ട് നമ്മൾ ഡെസ്കിൽ കൊടുക്കുന്നു നാട്ടില്. അപ്പൊ ഡെസ്കിൽ അന്നേരം കൈകാര്യം ചെയ്യുന്ന ആരെങ്കിലും ആയിരിക്കും ചിലപ്പോൾ ഈ വാർത്ത ഫുൾ ആക്കുന്നത്. അല്ലാതെ നമുക്ക് എഴുതാൻ പറ്റും. നമ്മളതിന്റെ പോയിന്റുകളും അണ്ടർസ്റ്റാൻഡിങ്ങും ഐഡിയകളും കൊടുക്കുന്നു. 100 പണി ചെയ്തോണ്ടിരിക്കുമല്ലേ. അപ്പൊ ആ ഡെസ്കിൽ ആരാണോ ഒന്ന് കൈകാര്യം ചെയ്തിരിക്കുന്നത് ആരാണെന്ന് പോലും അറിയത്തില്ല. ചിലപ്പോൾ പിള്ളേരായിരിക്കും ആരെങ്കിലും ഒന്ന് കൈകാര്യം ചെയ്തിരിക്കുന്നത്. പത്രപ്രവർത്തനം അങ്ങനെയാണല്ലോ, എടുത്തിട്ടല്ലോ എഴുതുന്നത്. അത് കൊടുക്കുന്നു, അവരത് വെച്ചോണ്ട് എഴുതും, ഐഡിയകൾ വെച്ചോ. അപ്പൊ അതിനകത്ത് അല്ലാതെ പക്ഷെ അതൊക്കെ കഴിഞ്ഞതല്ലേ സുഭാഷ്. ഞാൻ പറയണത് ഇനിയാണെങ്കിലും നമ്മൾ ഒരുമിച്ച് പോയാൽ രണ്ടുപേർക്കും ബെനിഫിറ്റുണ്ടാവും. സുഭാഷിന് അറിയാം, നഷ്ടങ്ങളൊക്കെ നമുക്ക് ദൈവം നൽകുന്ന പണം, ദൈവം എടുക്കുന്ന കാര്യങ്ങളുടെ നഷ്ടങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ അത് മാറി വരും. സുഭാഷ്, ഞാൻ ഉറപ്പായിട്ടും സുഭാഷിനെ പോലെ ഒരാൾക്ക് ഇതിനെയൊക്കെ മറികടക്കാനുള്ള ഒരു ശേഷിയും ത്രാണിയും ഗെയിംസും ഒക്കെ ഉണ്ട്. ഇതൊന്നും എനിക്കൊരു വിഷയമേ അല്ല ഷാജ, എനിക്ക് തോന്നുന്ന ഒരു വിഷയമേ അല്ല. അന്നും ഇന്നും എനിക്ക് വിഷയമല്ല. പക്ഷെ എനിക്ക് മാനസിക ബുദ്ധിമുട്ടുണ്ടായെന്നുള്ളതാണ് ഞാൻ പറഞ്ഞ. ബിസിനസ് സംബന്ധമായിട്ട് എനിക്കിതൊന്നും എനിക്കൊരു നിർബന്ധിക്കാതെ ഒരു കോൺട്രാക്റ്റും വെക്കാതെ സുഭാഷിനുണ്ടായ മാനസിക വിഷമം ഞാൻ സുഭാഷിനോട് ക്ഷമ ചോദിക്കും. ഞാൻ ആത്മാർത്ഥത്തോട് ചോദിക്കുന്നതാണ്. സുഭാഷിനുണ്ടായ ബുദ്ധിമുട്ടുകൾ പ്രത്യേകിച്ച് ഭാര്യയെ കുറിച്ച് വന്നിട്ടുണ്ടെങ്കിൽ അത് ഭയങ്കര ഇൻസൾട്ടിംഗ് ആണ്. എനിക്ക് എന്റെ ഭാര്യയെ കുറിച്ച് ആരോഗ്യം എനിക്ക് ഭയങ്കര ഫീലിംഗ് ഉണ്ട്. അപ്പൊ ഭാര്യയെ കുറിച്ച് വന്നിട്ടുണ്ടെങ്കിൽ അത് ഞാൻ പ്രത്യേക ക്ഷമ ചോദിക്കുന്നു. ഞാനത് പുള്ളിക്കാരത്തോട് ഞാൻ വിളിച്ചത് ഞാനൊന്ന് കാണട്ടെ, ആ വാർത്ത നോക്കി കഴിഞ്ഞിട്ട് നാളെ തന്നെ നോക്കിയിട്ട് ഞാൻ സുഭാഷിനെ വിളിച്ചിട്ട് വൈഫിനോട് ഞാൻ കാര്യം എൻ്റെ ഒരു വിശ്വാസത്തില് ഷാജ ഈ പൈസയുടെ കാര്യങ്ങളും ഇതുമെല്ലാം അങ്ങനെ അങ്ങ് പോയിക്കൊണ്ടിരിക്കും. പക്ഷേ എൻ്റെ മനസ്സിൽ മുറിവേറ്റിട്ടുണ്ടെങ്കിൽ, അത് ഞാൻ കള്ളത്തരം ചെയ്യാതെ മുറിവേറ്റിട്ടുണ്ട്, അത് ഷാജന് കിട്ടും. അത് ഷാജന് എന്നെക്കാളും നന്നായിട്ട് അറിയാലോ. അതായത് നമ്മളൊരു വ്യക്തിനെ നമ്മൾ ഇല്ലാത്ത കാര്യം പറഞ്ഞ് നമ്മൾ ഒരിക്കലും ഉപദ്രവിക്കരുത്. എന്റെ രീതിയല്ല, അതുകൊണ്ടാണ് ഞാൻ വൈഫിന്റെ പക്ഷെ അത് കാണാം. നമ്മളത് കഴിഞ്ഞു, നമുക്കിനി സ്നേഹത്തിൽ പോകാം, നമുക്ക് രോഗിത്തിൽ പോകാം, അപ്പൊ പ്രശ്നമില്ലാതെ പോകാം നമുക്ക്. കാരണം സുഭാഷിനെ എനിക്ക് ഉറപ്പായിട്ട് പറ്റും. ഞാൻ അത്ര വലിയ മഹാനൊന്നും അല്ലേ പോലും എന്റേതായ രീതിയിൽ സുഭാഷിന് ചില സപ്പോർട്ടുകൾ എനിക്ക് തരാൻ പറ്റും. നിർണായക സാഹചര്യങ്ങളിൽ അതുണ്ടാവും. സുഭാഷ് സന്ദീപിനോട് സംസാരിച്ചിട്ട് അതൊന്ന് സെറ്റപ്പ് ഇതൊക്കെ. സുഭാഷേ, ഞാൻ പറയുന്നത് ഞാൻ ഇച്ചിരി പാനിക്കാണ്. കാരണം ഞാൻ എന്റെ ജീവിതത്തിലെ എല്ലാവിധ സെറ്റിൽമെന്റിലേക്ക് വന്ന സഹായിക്കുന്നത് ഈ കാര്യത്തിൽ തീരുമാനമെടുക്കാൻ പറ്റുന്നില്ല. എന്നൊക്കെ ഒരു അതിയായ വിഷമമുണ്ട്. സുഭാഷ് അറിയാവുന്നത് നമ്മൾ പ്രൊമോഷനാണ് വലുതാണെങ്കിൽ പൈസ ഞാൻ എന്തായാലും 10,000 പൗണ്ട് സംഘടിപ്പിക്കും. പക്ഷെ ഞാൻ ഡ്രാഫ്റ്റ് വായിക്കുന്ന ഡ്രാഫ്റ്റ് എന്റെ വക്കീലിന്റെ കൊടുത്ത് ആ വക്കീലായിരത്തിന് നാളെ സുഭാഷ് അതൊന്നും സീരിയസ് ആയിട്ട് എടുത്താൽ ഏതെങ്കിലും വക്കീലിനുമായിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റും. ഞാൻ 10,000 വന്നാൽ പിന്നെ 10,000. പക്ഷെ സുഭാഷ് ഇതിലൊന്നും നിൽക്കാതെ നമ്മൾ പ്രൊമോഷൻ എന്ന് പറഞ്ഞിരുന്നല്ലേ 10,000 പിന്നെ 15,000 പ്രൊമോഷൻ എടുക്കുന്നത്. ഞാൻ ആ സുഭാഷ് എങ്ങനെങ്കിലും അറേഞ്ച് ചെയ്ത് കൊടുക്കുക. ഞാൻ അതിനുള്ള കോമ്പൻസേറ്റ് തരാമെന്ന് പറഞ്ഞില്ലേ. 10,000 ഞാൻ നാളെ തരാം. ഞാൻ അല്ലെന്നുള്ള പറയുന്നത്. പക്ഷെ ആ ഡ്രാഫ്റ്റ് എന്ന് നമ്മളന്ന് സംസാരിച്ച സാധനം വെച്ച് സുഭാഷിന് കൊടുക്കുന്ന അയച്ച് എന്തെങ്കിലും ഒന്ന് ചെയ്യിപ്പിക്കുക പ്ലീസ്. ഞാൻ എഴുതിക്കൊള്ളു എങ്ങനെ പറഞ്ഞു. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എത്ര കാലമായിട്ട് കാത്തിരിക്കുന്നു. സുഭാഷ് കാര്യം ചെയ്യും. എന്റെ മുമ്പിൽ ഇനിയുള്ള വഴി എന്ന് പറഞ്ഞ കോടതി ചെന്നിട്ട് ഞാൻ പറയാം അസസ്മെന്റ് ചെയ്യാൻ പറയുക. എന്നിട്ട് ഞാൻ എന്റെ സിറ്റുവേഷൻ വിളിച്ച് പറയാം കോടതി അസസ്മെന്റ് ചെയ്യും. എന്നിട്ട് എന്റെ വീട് വെച്ചിട്ട് അതിനകത്ത് എന്തെങ്കിലും ഉണ്ട് എടുക്കും, ബാക്കി കോടതിക്ക് എടുക്കാൻ പറ്റും. ഞാൻ അതിനൊന്നും വേണ്ട ഈ ഒരു വിവാദങ്ങളെ. പിന്നെ എന്റെ ഒരു വിധി വന്നു, ഈ 1.5 ലക്ഷം പൗണ്ട് കൊടുക്കാൻ പറഞ്ഞു. പിന്നെ അത് കൊടുത്തു, പിന്നെ നീഡ് അറ്റാച്ച് ചെയ്തു. ഒന്നും സുഭാഷിനും കിട്ടത്തില്ല. എനിക്ക് നാണെങ്കിൽ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് സെറ്റിൽ ചെയ്യാന്ന് പറയുന്നത്. ദയവായിട്ട് സുഭാഷിന് സീരിയസ് ആയിട്ട് എടുക്കും, സെറ്റിൽ ചെയ്യും പ്ലീസ്. നമ്മളത് ഞാൻ എനിക്കുള്ള എന്താ ചെയ്യുന്നത് സുഭാഷ് പറഞ്ഞു. എത്ര കാലമായി നമ്മളിപ്പോ ഒരു കാര്യം സ്ഥിരതയില്ല, ഓരോ ദിവസം നിലപാട് മാറുന്നുണ്ടല്ലേ. നമ്മൾ ആദ്യം കൂടി പറയുന്നല്ലോ, ഒന്ന് പറഞ്ഞ് ശരിയാക്കി തീർക്കും. നാളെ കൊണ്ട് തീരുമാനം എടുക്കും. തിങ്കളാഴ്ച ഡ്രാഫ്റ്റ് സമർപ്പിക്കേണ്ട ഓർക്കണം എന്ന്. ഞാൻ ഈ കോൺഗ്രസ് പാർട്ടി ആവുന്നില്ല, ഞാൻ ഡയറക്റ്റ് മാറുവാണ്. സുഭാഷ് പറഞ്ഞ 100% ഞാൻ യോജിക്കുന്നു. അതായത് സുഭാഷിന് ഇത്രയും വലിയ ചെലവ് വന്നിട്ടുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ട് സുഭാഷ് എന്തിനാണ് ഈ ജീവൻ എടുക്കുന്നത്? ന്യായമായ പറച്ചിലാണ്. അതല്ല, ഇത് വന്ന ചെലവല്ല ഷാജ. വന്ന ചെലവെന്ന് പറയുന്നത് ഇത് കൂടുതലാണ്. ഞാൻ പറഞ്ഞേ ഇപ്പൊ കൊടുക്കേണ്ട പൈസയാണ്. അല്ല സുഭാഷ്, ഞാൻ പൂർണ്ണമായും സമ്മതിക്കുന്നു. സുഭാഷ് 2 കാര്യം സുഭാഷ് ശ്രദ്ധിച്ചു വെക്കുക. ഞാൻ ഇവിടുന്ന് എടുത്ത് തരും സുഭാഷ്. ഞാൻ ഒന്നാമത്തെ കാര്യം ഞാൻ ഇവിടുന്ന് എടുത്ത് തരും. ഞാൻ കടം മേടിച്ച് ഞാൻ സുഭാഷിന്റെ ധാരണ തെറ്റാണ്. എന്നെ ആരും സഹായിച്ചിട്ടില്ല. ഞാൻ ജോയിയായിട്ടുള്ള ബന്ധം പോലും അവസാനിപ്പിക്കാൻ പോവാ. ഞാൻ ഈ കാര്യം പറഞ്ഞ ജോയിയെ വഴക്കുണ്ടാക്കി കഴിഞ്ഞു. ജോയി പറഞ്ഞത് എന്താണെന്നറിയോ ഷാജ? ജോയി പറഞ്ഞത് കേസ് തുടങ്ങിയപ്പോൾ ജോയി പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഷാജനുമായിട്ട് കേസ് കളിക്കാൻ പോകണ്ട, ഷാജന്റെ കോടികളുണ്ടെന്നാണ് പറഞ്ഞത്.
ഞാൻ കേസ് നടത്തുന്ന സമയത്ത് അങ്ങനെ ഇങ്ങനെയൊക്കെ പറയുമല്ലോ ആളുകൾ. നിങ്ങൾ ഞാൻ പറയണ എന്റെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ഞാൻ തരാം. ആരൊക്കെ എനിക്ക് പൈസ തന്നു? ഞാൻ കടം മേടിച്ചിട്ട് ഞാൻ ആത്മാർത്ഥ അല്ല ഷാജ ഞാനൊരു തെറ്റും ചെയ്യാത്ത കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഈ പൈസ പോകുന്നത്. ഞാനിതൊക്കെ പൂർണ്ണമായിട്ട് സമ്മതിക്കും. ഞാനൊരു കാര്യം പറയുന്നുള്ളൂ. എന്റെ പ്രോബ്ലം ഇത്ര ഉള്ളൂ. ഞാൻ അതിലൊന്നും തർക്കിക്കുന്നില്ല. 100% സുഭാഷ് പറഞ്ഞ കാര്യം ചോദിക്കുന്നു. എന്റെ പ്രോബ്ലം ഇപ്പൊ ഇങ്ങനെ നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് സെറ്റ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. പൈസ തരാത്തോടല്ല ഞാൻ പറഞ്ഞിട്ട് എന്റെ ഇല്ല ഒന്ന്. രണ്ട് സുഭാഷ്. പിന്നെ എന്റെ മുമ്പിലുള്ള വഴി എന്ന് പറഞ്ഞാൽ കേസ് നോക്കട്ടെ. തോറ്റിട്ട് സുഭാഷിന് കൊടുക്കണം. പിന്നെ സുഭാഷിനെ കൃത്യമായിട്ട് അറിയാമല്ലോ. ഞാൻ നോക്കുന്നു. സുഭാഷിന് 8-10 ലക്ഷം പൗണ്ട് തരാൻ ഇരിക്കുന്നു. പക്ഷെ ഞാനിവിടെ താമസിക്കുവാണെങ്കിൽ എന്നെ ഇറക്കി വിട്ട് തരാൻ പറ്റുന്ന സുഭാഷ് കുറേ സമയം എടുക്കൂല. അങ്ങനെ പോയാലും സുഭാഷ് ഇപ്പൊ കിട്ടാൻ പോകുന്നില്ല. കാരണം ഷാജ നിയമമൊക്കെ എനിക്കറിയാം. അതെങ്ങനെ അത് വിട്. ഞാൻ പറയുന്നത് ഞാനിപ്പോ പറയുന്നത് ഞാൻ 2 കാര്യങ്ങളെ സുഭാഷ് പറഞ്ഞു. പ്ലീസ് ഞാൻ കാലം പിടിച്ച് ചോദിക്കുകയാണ് എന്റെ അവസ്ഥയിൽ. ഞാൻ ഇങ്ങനെയുള്ള അതായത് ഈ പറഞ്ഞ ഷാജനെ കൊണ്ട് ഷാജൻ ഇങ്ങനെയുള്ള കാലപ്പെടുത്തം ക്ഷമ ഇതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഞാൻ സന്ദീപിനോട് പറഞ്ഞു ഇങ്ങനെ ഒരു കോൺവെർസേഷനിലോട്ട് നമ്മൾ പോകണ്ട. 2 മിനിറ്റ് ഞാൻ നോക്കാം. ഞാൻ പറഞ്ഞത് നിവൃത്തിയില്ലാത്തതുകൊണ്ടാണ്. അങ്ങനെ നമ്മളെ പിരിഞ്ഞാൽ എനിക്കൊന്ന് പോകാനേ പറ്റും. ബാക്കി അതായത് എനിക്കിങ്ങനെ ഞാൻ കടം മേടിക്കാവുന്ന ആളുകളോട് പരമാവധി മേടിച്ചു വരും. ഞാൻ പറയുന്നത് ഇത്ര ഉള്ളൂ സുഭാഷ്. ഞാൻ സുഭാഷിനുണ്ടാക്കിയ നഷ്ടത്തിന് സുഭാഷ് എന്നോട് ചോദിക്കണ്ട. ഞാൻ സുഭാഷിന്റെ എനിക്കറിയാം സുഭാഷ് ജയിക്കുക എന്നുള്ള സാധനത്തിലാണ് ഞാനൊരു ചെറിയ പൈസ തരാം. കാരണം വെച്ചാൽ ആ ഒരു മാനസിക ഒരു പൈസ തന്നു തീർത്തു എന്നുള്ള സന്തോഷത്തിന് 10,000 തരാം. ഞാൻ എവിടെന്നെങ്കിലും മേടിച്ചു തരാം. അല്ല ഞാൻ ചോദിക്കുന്നത് ഷാജ ഈ വക്കീലിന് കൊടുക്കാനുള്ള പൈസ കൊടുത്താൽ മതി. എനിക്ക് പൈസ ഒന്നും വേണ്ട. ഇത് ഷാജൻ ഒരു തെറ്റ് ചെയ്തുകൊണ്ട് അറിയാം സുഭാഷ്. ഞാൻ പറഞ്ഞ സുഭാഷിനുള്ള കഴിവും ബുദ്ധി കൊണ്ട് സുഭാഷിന് കൃത്യമായിട്ട് എന്നാൽ കഴിയാവുന്ന പരമാവധി സപ്പോർട്ട് ചെയ്ത് തരാം. ഞാൻ അതിനോട് ഒന്ന് രണ്ട് സൊല്യൂഷൻസ് ഞാൻ സന്ദീപിന്റെ അടുത്ത് കൊടുത്തിരുന്നു. സന്ദീപ് അത് പറയും. അതായത് ഞാൻ നേരിട്ട് നമുക്ക് കാണുമ്പോഴും ഞാൻ പറയാം. ഇതിപ്പോ നാളെ മറ്റന്നാളോ നമ്മളെ വക്കീലിന്റെ അടുത്ത് ഇരിക്കുമ്പോൾ നമുക്ക് പറയാം. അപ്പൊ അത് ഷാജിന് ഇത് നഷ്ടമാവാത്ത രീതിയിൽ അത് വന്നോളും. അല്ല അതല്ല സുഭാഷ്. എനിക്ക് ഇല്ല സുഭാഷ്. ഞാൻ ഇപ്പോഴത്തെ അടുത്ത് തരുമെന്ന് പറ. ഞാൻ എന്റെ വീട് വിറ്റാൽ മാത്രമേ എനിക്ക് ഇത്ര പൈസ. ഞാൻ ഇപ്പൊ തന്നെ ഞാൻ ഈ 25,000 പൗണ്ട് ഞാൻ മുടക്കേണ്ട അകത്തുനിന്ന് 6,000-7,000 പൗണ്ട് എന്റെ ഉണ്ടായിരുന്നു. ഞാൻ ഈ പൊക്കോണ്ടിരുന്നതാണ്. എനിക്ക് 30,000 പൗണ്ടാണ് 30,000 പൗണ്ടാണ് മാക്സിമം ഒരു വർഷം കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അത് കിട്ടിയിട്ടാണ് ഇപ്പോഴും 16,000 പൗണ്ട് തീരുമാനിക്കുന്നത്. ഞാൻ മോർഗേജും ഗീറ്റാജും അടച്ചിട്ട് എനിക്ക് മിച്ചം ഇത്ര ഉള്ളൂ. എനിക്കിനി വീട് വിറ്റ് റീമോർഗേജ് കിട്ടൂല. ക്രെഡിറ്റ് സ്കോറില്ല. വിറ്റ എനിക്കൊരു 10-30,000 പൗണ്ടാണ്. ആകെ 30,000 പൗണ്ടാണ് എനിക്ക് ലാഭം കിട്ടുന്നത്. ഞാൻ 1 ലക്ഷം പൗണ്ട് എനിക്ക് മോർഗേജ് കഴിഞ്ഞിട്ട് എനിക്ക് കിട്ടാൻ പോകുന്നത് 35,000 പൗണ്ടാണ് ആരുടെ മേടിച്ചാൽ കിട്ടുന്നത്. അത് തരാൻ മാത്രമേ എന്റെ വഴിയുള്ളൂ. ഞാൻ അതുകൊണ്ടാണ് പറയുന്നത്. എനിക്കൊരു നിവൃത്തിക്കാത്ത സാഹചര്യമാണ് ഞാൻ പറയുന്നത്. അല്ല അത്രയല്ലേ വരുന്നുള്ളൂ. ഇത് അല്ല സുഭാഷ്. ഞാൻ പറഞ്ഞത് എന്റെ വീട് ആകെ അതാണ് എനിക്ക് ഉണ്ടാകാൻ പോകുന്നത്. ഇത് കഴിഞ്ഞിട്ട് മോർഗേജ് കഴിഞ്ഞ് ബാക്കി എല്ലാം അടച്ചിട്ട് ആ വീട് വിറ്റ് ഞാൻ തരത്തില്ലേ. കംപ്ലീറ്റ് പോയില്ലേ. എന്റെ ബേസ് പോയില്ലേ. അല്ല അതിൽ ചാർജ് ക്രിയേറ്റ് ചെയ്ത് തന്നാലും മതി. എന്നാ സുഭാഷ് ഞാൻ പറയുന്ന കേൾക്കാം പ്ലീസ്. ഞാൻ നിങ്ങളോട് പറയുന്നത് ഞാൻ എങ്ങനെയെങ്കിലും സംഘടിപ്പിച്ച് കുറച്ച് പൈസ ഒക്കെ തരാം. ബാക്കി നമുക്ക് ഞാൻ നിങ്ങൾക്ക് നഷ്ടമുണ്ടാവത്തില്ല. ഞാൻ എന്റെ വാക്ക് പറയാൻ എഴുതി തരാം. പ്ലീസ്. ഞാൻ ഇത്ര പറഞ്ഞല്ലോ. രാമനെ ഇനി മുമ്പോട്ട് പോയി ഇത് വലിച്ച് നീട്ടിക്കൊണ്ട് പോകാൻ വയ്യാത്തതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. മനസ്സിലാക്കുക. ഷാജൻ ഒരു കാര്യം ചെയ്യും. വക്കീലിന് ഇനി കൊടുക്കാനുള്ള പൈസ കൊടുത്താൽ മതി. അവരെഴുതി തരും എത്രയാണ് പെൻഡിങ് എന്നുള്ളത്. അത് കൊടുത്താൽ മതി. ഞാൻ പറഞ്ഞല്ലോ ഷാജൻ ഒരു കാര്യം മനസ്സിലാക്കുക. ഈ തെറി മുഴുവൻ കേട്ടേച്ച് 10-13 ദിവസം എന്നെ ഒരു ഭൂലോക കള്ളനായി ചിത്രീകരിച്ച് ഞാൻ നാണം കെട്ട് എൻ്റെ കുടുംബവും ഞാനും എൻ്റെ ബന്ധക്കാരുടെ മുമ്പിലും വീട്ടുകാരുടെ മുമ്പിലും നാട്ടുകാരുടെ മുമ്പിലും ഇത്രയധികം നാണക്കേടും മാനക്കേടും സഹിച്ചു. ഇത്രയും പൈസ എനിക്ക് നഷ്ടമായി. ഇപ്പൊ ഇനി കൊടുക്കാനുള്ള പൈസയുടെ കാര്യം അതും ഞാൻ കാരണം വന്നതല്ല. ഷാജൻ ഒരു ഡിലേ വരുത്തിയതുകൊണ്ട് ആണ് ഇത്ര ആയത്. ഞാനത് അറിഞ്ഞിരുന്നില്ല. ഹൈക്കോടതിയിലെ കേസാണെങ്കിൽ ഞാൻ ഉറപ്പായിട്ട് സെറ്റിൽമെന്റ് അപ്പോഴേ വന്നേനെ. അല്ല ഹൈക്കോടതി പോട്ടെ ഷാജ. മറ്റേ കോടതി തന്നെ എനിക്ക് 25,000 പൗണ്ട് എടുത്ത് ചെലവായി. എന്ന് ആലോചിക്കണം. ഞാൻ ഇത്രയും ഷാജൻ ആലോചിച്ച് നോക്കുക. ഇത്രയും നാള് 2 വർഷത്തോളം ഞാനിത് ഇതിന്റെ ഫലങ്ങൾ അനുഭവിച്ചൊരു വ്യക്തിയാണ് ഷാജൻ. അന്ന് തോന്നിയ പൂർണ്ണമായും യോജിക്കുന്നു, പൂർണ്ണമായും സമ്മതിക്കുന്നു. എനിക്ക് യാതൊരു വിയോജിപ്പുമില്ല. ഞാനീ പറയുന്ന കാര്യം ഇത്രേ ഉള്ളൂ. ഇതിനൊരു പരിഹാരമില്ലാതായി പോവുകയാണ് ചെയ്യുന്നത്. ഇപ്പൊ എന്റെ നിവൃത്തിയില്ല. പിന്നെ ഞാൻ മനഃപൂർവ്വം പോകുന്നില്ല. ഞാൻ ആധാരം പിടിച്ചിട്ട് പോകുന്നല്ല. എന്റെ നിവൃത്തിയില്ല. അല്ല ഷാജൻ ചാർജ് ക്രിയേറ്റ് ചെയ്താൽ മതി. അത് നമുക്ക് ഈ പറഞ്ഞ പോലെ അത് മേക്കപ്പ് ചെയ്യുമ്പോൾ അതങ്ങ് പൊക്കോളൂല്ലോ. പിന്നെ അങ്ങനെ പറഞ്ഞ ഞാൻ ആ പോലെ നമുക്കുള്ള ഒരു സാധനം. അല്ല അത് ഷാജിന് ഉറപ്പുണ്ടല്ലോ ഇത് നഷ്ടം വരില്ലെന്ന്. പിന്നെ എന്താ പ്രശ്നം? ഷാജൻ നല്ലല്ലേ ഇപ്പൊ പറഞ്ഞത്. ഷാജിന് ഉറപ്പുണ്ട് ഇത് തിരിച്ചു പിടിക്കാൻ പറ്റും. അപ്പൊ പിന്നെ ഇതൊരു വിഷയമാവുന്നില്ല. അപ്പൊ പിന്നെ അത് പ്രശ്നം വരുന്നില്ലല്ലോ. ഒരു ചാർജ് അല്ലേ ക്രിയേറ്റ് ആവുന്നുള്ളൂ. എന്നാൽ ഇത്രയും
ഒരു ഡോക്യുമെന്റ് മാത്രം, ഒരു ഡോക്യുമെന്റിൽ ഒപ്പിടുന്ന കേസേ ഉള്ളത്. ഷാജൻ അത് ആ ഒരു ഡോക്യുമെന്റിൽ ഒപ്പിടാനുള്ള അല്ല, അതൊരു ജാമ്യം വെക്കുന്ന പോലെ വെക്കുന്നു എന്നുള്ളേ ഉള്ളൂ. അത് നമുക്ക് എഗ്രി ചെയ്യാം എങ്ങനെയാന്നുള്ളത്. അതാ ഞാൻ പറഞ്ഞത്. ഇപ്പോൾ കൊടുക്കാൻ പറ്റുന്നത് കൊടുത്തിട്ട് ബാക്കിയുള്ള ചാർജ് ക്രിയേറ്റ് ചെയ്ത് അങ്ങനെ അവസാനിപ്പിച്ച് പിന്നെ അത് നമുക്കൊരു എഗ്രിമെന്റ് വെക്കാം. ഇന്ന രീതിയിൽ ഇത് റീപേ ആയി പോകും എന്നുള്ള രീതിയിൽ ആർക്കും പ്രശ്നമില്ലാത്ത രീതിയിൽ. അപ്പോൾ ഞാനും സന്ദീപിന്റെ അടുത്ത് ഞാൻ രണ്ട് കാര്യങ്ങളാണ്. അതായത് എനിക്ക് സുഭാഷിന് ചെയ്യാൻ പറ്റുന്ന ആദ്യം സുഭാഷ് പറഞ്ഞ ആ ചെയ്യാൻ പറ്റുന്ന തരത്തിൽ ഞാൻ സപ്പോർട്ടാണ്. ഒന്നും പ്ലാൻ ചെയ്ത് അങ്ങനെ നാളെ തന്നെ നമ്മളിത് ഒരു എത്തിക്കാം. ഞാൻ സന്ദീപിന്റെ അടുത്ത് പറഞ്ഞതിന്റെ ബേസിക് കാര്യം ഇത്രേ ഉള്ളൂ. അതായത് ഇപ്പം ഷാജിനും നഷ്ടമാണ്, എനിക്കും നഷ്ടമാണ്, രണ്ടുപേർക്കും മാനഹാനിയും രണ്ടുപേർക്കും ധനനഷ്ടവുമാണ്. ഇപ്പം ഷാജിനും 10-25,000 പൗണ്ട് പോയെന്ന് സന്ദീപ് പറഞ്ഞു. എനിക്ക് 25,000 പൗണ്ട് അവിടെ പോയി ഇനിയും കിടക്കുന്നു 10-30,000 കൊടുക്കാൻ. അപ്പം അത് അങ്ങനെ കിടക്കുന്നു. അതിന് പുറമെ ഇത് എന്ത് വിധി കിട്ടിയെന്ന് പറഞ്ഞാൽ നമുക്കിതൊന്നും ഒരു പൈസ അല്ലല്ലോ, അത് മറ്റുള്ളവരുടെ പൈസ. ഷാജിൻ അധ്വാനിച്ചുണ്ടാക്കിയ പൈസ. എന്ത് കോടതി വിധി എന്ന് പറഞ്ഞാൽ അത് ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയ ഒരു പൈസ ആവുന്നില്ല. അത് ഷാജിന്റെ പൈസ ആയിട്ട് തന്നെ നിൽക്കും ഏത് കോടതി വിധി. അല്ല, അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, അപ്പൊ ഞാൻ സന്ദീപിന്റെ അടുത്ത് സുഭാഷിന് പല ബിസിനസ്സുകളുണ്ട്. സുഭാഷിന് സുഭാഷിന്റെ കയ്യിൽ പൈസയുണ്ട്, അല്ലെ സുഭാഷിനെ അവിടുന്ന് ഇങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഞാൻ എവിടുന്ന് കൊടുക്കും? ഞാൻ കിട്ടുന്ന ചുള്ളി പറക്കി ഒരു പത്രസ്ഥാപനം നടത്തിക്കൊണ്ടിരിക്കുന്ന അവിടെ നാട്ടില്. അതിന്റെ അകത്തൊന്നും ഒരു ലാഭവും. അത്യാവശ്യം ലോൺ എടുത്താണ് ഞാൻ എല്ലാം മേടിച്ചിരിക്കുന്നത്. എല്ലാം ലോണാണ് എനിക്കുള്ളത്. എന്റെ ഓഫീസ് ആയിക്കോട്ടെ, ഞാൻ താമസിക്കുന്ന വീടിന്, എനിക്ക് നാട്ടിലെ വീട്ടിൽ തന്നെയാണ് 75 ലക്ഷം ലോൺ. കാരണം അല്ലാതെ ഞാനിതെല്ലാം ഇങ്ങനെ അഡ്ജസ്റ്റ് ഒരു പൈസയുള്ള ആളല്ല ഞാൻ. അല്ല, പക്ഷെ പൈസ അത് ഞാൻ അംഗീകരിക്കുമ്പോൾ തന്നെ ഷാജിൻ മനസ്സിലാക്കേണ്ട, ഷാജിൻ തെറ്റായിട്ടൊരു പ്രവൃത്തി ചെയ്തതിന്റെ ഫലമാണ് ഞാനും ഷാജിനും അനുഭവിക്കുന്നത്. പക്ഷെ അത് ഞാൻ പറഞ്ഞത് എന്തുകൊണ്ടെന്നൊക്കെ നമ്മൾ ഇന്നലെ സംസാരിച്ചു. അത് കഴിഞ്ഞു. അപ്പൊ അതിന് നമ്മൾ ഇനി പരിഹാരമല്ലേ ഉള്ളൂ. പരിഹാരം എന്ന് പറഞ്ഞാൽ എനിക്ക് ഒരു ഗ്യാരണ്ടി ഉണ്ട്. എന്നെ പോലൊരു പത്രപ്രവർത്തനം എനിക്കുള്ള. അല്ല, ഞാനീ പറഞ്ഞാലേ ഇപ്പം ഷാജിന് പറ്റുന്നത് റേസ് ചെയ്യുക. ബാക്കി ഒരു ചാർജ് ആയിട്ടോ എന്തെങ്കിലും നമുക്ക് ക്രിയേറ്റ് ചെയ്ത് ചെയ്യാൻ പറ്റുന്ന എന്താ വക്കീലിനോട് ചോദിച്ചിട്ട് ഞാനത് ഡ്രാഫ്റ്റ് ചെയ്തയക്കാം. അങ്ങനെയാണെങ്കിൽ 30 കുറയ്ക്കും സുഭാഷ്. അല്ല, 30 എനിക്കുള്ള പൈസ അല്ല ഷാജി, എനിക്ക് കൊടുക്കാനുള്ള. ഞാൻ പറഞ്ഞു ഇത് ഞാൻ ഇതുമായിട്ട് മുമ്പോട്ട് അത് ആക്ച്വൽ ഫിഗർ ആക്കി തരാം ഞാൻ. ആക്ച്വൽ ഫിഗർ എത്രയാന്നുള്ളത് ഞാൻ വക്കീലിനോട് ചോദിച്ചിട്ട് പറയാം. കൊടുക്കാനുള്ള പൈസ ഒരു രൂപ പോലും അല്ലല്ല, വക്കീലന്മാർക്ക് അവർക്ക് വെറുതെ അയക്കാൻ പറ്റില്ല. അവർക്ക് കിട്ടാനുള്ള പൈസ മാത്രം അവർക്ക് ഇൻവോയ്സ് ചെയ്യാൻ പറ്റും കൃത്യമായിട്ട്. 1 രൂപ പോലും ഞാൻ എടുക്കാം. അത് വക്കീലിന്റെ പൈസ മാത്രം ഷാജി. ഇത് എനിക്ക് മാക്സിമം ചെയ്യാൻ പറ്റുന്നത്. കാരണം ഞാൻ അത്രയ്ക്ക് മാനഹാനിയും അത്രയ്ക്ക് ബുദ്ധിമുട്ടും അനുഭവിച്ച ഒരു വ്യക്തിയാണ്. ഏതാ അത് ഞാൻ അവിടെ നിന്ന് ചോദിച്ചിട്ട് ഞാൻ ഷാജിന്റെ അടുത്ത് പറയാം. തീർക്കാൻ താല്പര്യമുണ്ട്. സുഭാഷ്